ഡിസ്റ്റൻസ് ഫ്രം എച്ച് പി ഇവിടെ എങ്ങനെ എഴുതാം? ഡിസ്റ്റൻസ് ആൻഡ് ആംഗിൾസ് ഫ്രം എച്ച് പി. ആംഗിൾസ് ഫ്രം എച്ച് പി ഇതെവിടെ മാർക്ക് ചെയ്യുന്നത്? മാർക്ക് ഓൺ. അടുത്ത പോയിന്റ് സെയിം പോയിന്റ് വി പി എന്നുള്ളത് എവിടെയാണ്? ടോപ്പ് വ്യൂവിലാണ്. ഡിസ്റ്റൻസ് ആംഗിൾ ഫ്രം വി പി മാർക്ക് ഓൺ ടോപ്പ് വ്യൂ. നമ്മൾ എച്ച് പിയിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് പറയുവാണ് അല്ലെങ്കിൽ അതിന്റെ ആംഗിൾ പറയുവാണെങ്കിൽ അത് ഫ്രണ്ട് വ്യൂവിലാണ് മാർക്ക് ചെയ്യേണ്ടത്. ഡിസ്റ്റൻസ് ആൻഡ് ആംഗിൾസ് ഫ്രം മാർക്ക് ഓൺ ടോപ്പ് വ്യൂ ആണ്. അടുത്തത് ഇനി പോയിന്റ് എബോവ് എച്ച് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫ്രണ്ട് വ്യൂ എബോവ് എക്സ് വൈ ലൈനാണ്. എബോവ് എക്സ് വൈ ലൈനാണ്. ഓക്കെ. ഇനി ബിലോ എച്ച് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടോപ്പ് വ്യൂ ബിലോ എക്സ് വൈ ലൈനാണ്. ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറഞ്ഞാല് ടോപ്പ് വ്യൂ ബിലോ എക്സ് വൈ ലൈനാണ്. സോറി, ഇവിടെ ഒരു മിസ്റ്റേക്ക്. ഫ്രണ്ട് വ്യൂ ബിലോ എക്സ് വൈ, ടോപ്പ് വ്യൂ ബിലോ എക്സ് വൈ ലൈനാണ്. ബിഹൈൻഡ് വി പി ടോപ്പ് വ്യൂ എബോവ് എക്സ് വൈ ലൈനാണ്. അതായത് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തരുന്നത് ഇങ്ങനെയായിരിക്കും: ബിലോ എച്ച് പി, എബോവ് എച്ച് പി, അല്ലെങ്കിൽ ഇൻ ഫ്രണ്ട് ഓഫ് വി പി, അല്ലെങ്കിൽ ബിഹൈൻഡ് വി പി എന്ന് പറഞ്ഞിട്ടായിരിക്കും ക്വസ്റ്റ്യനിൽ തരുന്നത്. അപ്പോൾ എച്ച് പിയിൽ നിന്നുള്ള എല്ലാ ഡിസ്റ്റൻസും ഫ്രണ്ട് വ്യൂ ആണ് മാർക്ക് ചെയ്യേണ്ടത്. എബോവ് എച്ച് പി എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വ്യൂ എബോവ് എക്സ് വൈ ലൈൻ ആണ്. ബിലോ എച്ച് പി എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വ്യൂ ബിലോ എക്സ് വൈ ലൈൻ ആണ്. ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറഞ്ഞാൽ ടോപ്പ് വ്യൂ ബിലോ എക്സ് വൈ ലൈൻ ആണ്. ബിഹൈൻഡ് വി പി എന്ന് പറഞ്ഞാൽ ടോപ്പ് വ്യൂ എബോവ് എക്സ് വൈ ലൈൻ ആണ്. ഈ 4 കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് അതിന്റെ ഫസ്റ്റ് പാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. ഈ 4 കാര്യങ്ങൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഫസ്റ്റ് പോയിന്റ് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇതിനകത്തൊരു കൺഫ്യൂഷനെ ആവശ്യമില്ല. എച്ച് പിയിൽ നിന്നുള്ളതെല്ലാം ഫ്രണ്ട് വ്യൂവിലാണ് മാർക്ക് ചെയ്യുന്നത്. എബോവ് എച്ച് പി എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വ്യൂ എവിടെയാണ് വരയ്ക്കേണ്ടത്? എബോവ് എക്സ് വൈ ലൈൻ ആണ്. ബിലോ എച്ച് പി എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വ്യൂ എവിടെയാണ് വരയ്ക്കേണ്ടത്? ബിലോ എക്സ് വൈ ലൈൻ ആണ്. ഇനി വി പിയിൽ നിന്നുമുള്ള എല്ലാ ഡിസ്റ്റൻസും ടോപ്പ് വ്യൂവിലാണ്. അപ്പോൾ ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണ് വരയ്ക്കേണ്ടത്? ബിലോ എക്സ് വൈ ലൈൻ ആണ് ടോപ്പ് വ്യൂ. ബിഹൈൻഡ് വി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് വ്യൂ എബോവ് എക്സ് വൈ ലൈൻ ആണ്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പോയിന്റ്സ് പ്രൊജക്ട് ചെയ്യാൻ പറ്റും. പോയിന്റ്സ് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇനി ഞാൻ പറയുന്ന തിയറി വേണമെങ്കിൽ പഠിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഒരു സൊല്യൂഷൻ ഉണ്ട്. ഇതിലെ നമ്മളൊരു സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. ആ സൊല്യൂഷൻ പഠിച്ചാലും മതി. എന്നാലും ഞാൻ ആ തിയറി ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. കാരണം ചിലപ്പോൾ അത് യൂസ്ഫുൾ ആയിരിക്കും. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക. ഓർത്തെടുക്കാൻ പറ്റുന്നവരൊന്ന് ഓർത്തെടുക്കുക. If a line is parallel to one of the plane, the view on that plane is in true length and inclination. ഏതെങ്കിലും പ്ലെയിന് പാരലൽ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? ആ പ്ലെയിനിൽ കിട്ടുന്ന വ്യൂ അത് ട്രൂ ലെങ്തിലും ട്രൂ ഇൻക്ലിനേഷനിലും ആയിരിക്കും, ഇല്ലേ? അതായത് ഈ പാരലൽ ടു എച്ച് പിക്ക് പാരലൽ ആണെങ്കിൽ എച്ച് പിയിൽ കിട്ടുന്ന വ്യൂ ഏതാ? ടോപ്പ് വ്യൂ. എച്ച് പിയിൽ കിട്ടുന്ന വ്യൂ ആണ് കേട്ടോ ടോപ്പ് വ്യൂ. എന്തായിരിക്കും? ടോപ്പ് വ്യൂ true length
ആൻഡ് ട്രൂ ഇൻക്ലിനേഷൻ. ഇനി നേരെ തിരിച്ച് ഇത് പാരലൽ ടു വി പി ആണെങ്കിലോ, പാരലൽ ടു വി പി ആണെങ്കിൽ എന്തായിരിക്കും? പാരലൽ ടു വി പി ആണെങ്കിൽ വി പിയിൽ കിട്ടുന്ന വ്യൂ ഏതാ? വെർട്ടിക്കൽ പ്ലെയിനിൽ കിട്ടുന്ന വ്യൂ ഏതാ? ഫ്രണ്ട് വ്യൂ. ഫ്രണ്ട് വ്യൂ ഇസ് ഇൻ ട്രൂ ലെങ്ത് ആൻഡ് ട്രൂ ഇൻക്ലിനേഷൻ. ഈ കാര്യം ഒന്ന് ഓർത്തിരിക്കുക. ഇനി നമ്മൾ ലൈൻസ് നമ്മൾക്ക് വരുന്ന പ്രോബ്ലം എന്തായാലും ഇൻക്ലൈൻ ടു വൺ ഓഫ് ദ പ്ലെയിൻ അല്ല, ഇൻക്ലൈൻ ടു ബോത്ത് ദ പ്ലെയിൻ ആണ്. അപ്പൊ അങ്ങനത്തെ കേസിനകത്ത് എന്തായിരിക്കും? രണ്ട് വ്യൂവും റെഡ്യൂസ്ഡ് ലെങ്തിലായിരിക്കും ഇല്ലേ? ഒരു പ്ലെയിനും പാരലൽ ആയിരിക്കില്ല ലൈൻ. നമ്മളോട് ചോദിക്കുന്ന പ്രോബ്ലം, പരീക്ഷയ്ക്ക് വരുന്ന പ്രോബ്ലം എന്തായിരിക്കും? ഇൻക്ലൈൻ ടു ബോത്ത് ദ പ്ലെയിൻ ആയിരിക്കും. അപ്പോൾ ആ ലൈൻ ഒരിക്കലും ട്രൂ ലെങ്തിലോ ട്രൂ ഇൻക്ലിനേഷനിലോ ആയിരിക്കില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ട്രൂ ലെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ റൊട്ടേറ്റ് ചെയ്യും ഇല്ലേ? അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഏതെങ്കിലും പ്ലെയിന് പാരലൽ ആക്കും ഇല്ലേ? ഇപ്പൊ എച്ച് പിക്ക് പാരലാക്കും, അതുപോലെ തന്നെ വി പിക്ക് പാരലാക്കും. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? ട്രൂ ലെങ്ത് ഫ്രണ്ട് വ്യൂവിലും കിട്ടും, ട്രൂ ലെങ്ത് ടോപ്പ് വ്യൂവിലും കിട്ടും. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം നിങ്ങൾ. ഞാൻ ആ ഫിഗർ വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ പറഞ്ഞു ഇപ്പൊ ടോപ്പ് വ്യൂ ട്രൂ ലെങ്ത് ആൻഡ് ട്രൂ ഇൻക്ലിനേഷനിലാന്ന് പറഞ്ഞു. ഓക്കെ, ദ കറസ്പോണ്ടിങ് ഫ്രണ്ട് വ്യൂ ഞാൻ ഇവിടെ തന്നെ ആഡ് ചെയ്യാണ്. The front view corresponding to this is parallel to XY line. ഞാൻ ഫിഗർ വരയ്ക്കാം. നമ്മുടെ XY ലൈൻ ഞാൻ ആർബിട്രറി ആയിട്ട് ഒരു പോയിന്റ് ഞാൻ പ്രൊജക്റ്റ് ചെയ്തു. A dash A എനിക്കൊരു ഫ്രണ്ട് വ്യൂ ഉണ്ട്, ബി ഡാഷ് ഉണ്ട്, ഈ ബി ഡാഷ് ട്രൂ ലെങ്തിലാണ്. ഈ ബി ഡാഷ് ട്രൂ ലെങ്തിലാണ്. ഇത് ട്രൂ ലെങ്തിലാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോപ്പ് വ്യൂ ഇല്ലേ? അപ്പൊ നമ്മുടെ തിയറി എന്താണ്? തിയറി ഈ രണ്ട് പോയിന്റ്സ് ആണ്. നിങ്ങൾ തിയറി ഓർത്തിട്ട് നിങ്ങൾ ഇതാവണ്ട കേട്ടോ, തിയറിയുടെ ആവശ്യമൊന്നുമില്ല. ഞാനത് പക്ഷെ ഇതൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ്. ഈ പാരലൽ ടു എച്ച് പി ടോപ്പ് വ്യൂ ഇസ് ഇൻ ട്രൂ ലെങ്ത് ആൻഡ് ട്രൂ ഇൻക്ലിനേഷൻ. ദ ഫ്രണ്ട് വ്യൂ കറസ്പോണ്ടിങ് ടു ദിസ് ഈസ് പാരലൽ ടു എച്ച് വൈ. അടുത്ത കണ്ടീഷൻ, if it is parallel to VP, front view is in true length and true inclination. The top view corresponding to this is parallel to XY line. അപ്പൊ നമ്മളിപ്പോ വരച്ചിരിക്കുന്നത് എന്താണ്? ഒരു ഫ്രണ്ട് വ്യൂ ആണ്. രണ്ടാമത്തെ കേസാണ് വരച്ചേക്കുന്നത്. ഫ്രണ്ട് വ്യൂ ഈസ് ഇൻ ട്രൂ ലെങ്തിലാണ്, ട്രൂ ഇൻക്ലിനേഷനിലാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ടോപ്പ് വ്യൂ എന്തായിരിക്കും? ഇതിന്റെ ടോപ്പ് വ്യൂ
പാരലൽ ടു എക്സ് വൈ ലൈൻ ആയിരിക്കും. നിങ്ങൾ കൂടുതൽ കാര്യങ്ങളൊന്നും ആലോചിക്കണം. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ക്വസ്റ്റിനകത്ത് നിങ്ങൾക്ക് ട്രൂ ലെങ്ത് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിച്ചു. ഏതെങ്കിലും ട്രൂ ലെങ്ത് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിച്ചു. അതൊരു ഫ്രണ്ട് വ്യൂവിന്റെ ട്രൂ ലെങ്ത് ആണെങ്കിൽ ഒന്നും നോക്കണ്ട, നിങ്ങൾക്ക് അതിന്റെ ടോപ്പ് വ്യൂ ഈസി ആയിട്ട് വരയ്ക്കാം. സംഗതി ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു ഫ്രണ്ട് വ്യൂ ട്രൂ ലെങ്തിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ടോപ്പ് വ്യൂ എന്തായിരിക്കും? പാരലൽ ടു എക്സ് വൈ ലൈൻ ആയിരിക്കും. ടോപ്പ് വ്യൂ പാരലൽ ടു എക്സ് വൈ ലൈൻ ആയിരിക്കും. അപ്പൊ ഇവിടെ ഒന്നിലധികം വ്യൂസ് ഉണ്ടല്ലോ. അതായത് നമ്മളിപ്പോ എന്താ ചെയ്യുന്നത്? ലൈൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒന്നിലധികം ഫ്രണ്ട് വ്യൂസും ഒന്നിലധികം ടോപ്പ് വ്യൂസും വരും. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇതിന് ഒരു സഫിക്സ് കൊടുക്കും, 1 എന്ന് പറയുന്നത്. കാരണം ബീനെയാണ് റൊട്ടേറ്റ് ചെയ്യണേ. അപ്പോ ബി ഡാഷിന് പകരം B1 ഡാഷും P1 ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ എങ്ങനെയൊന്ന് ആലോചിച്ചാൽ മതി. ട്രൂ ലെങ്തിലുള്ള ഫ്രണ്ട് വ്യൂവിന് 1 വെച്ചിട്ടും ട്രൂ ലെങ്തിലുള്ള ടോപ്പ് വ്യൂവിന് 2 വെച്ചിട്ടും കൊടുക്കുക. എന്താണ് നമ്മുടെ സൈൻ കൊടുക്കേണ്ടത്? ട്രൂ ലെങ്തിലുള്ള ഫ്രണ്ട് വ്യൂവിന് 1 വെച്ചിട്ടും ട്രൂ ലെങ്തിലുള്ള ടോപ്പ് വ്യൂവിന് 2 വെച്ചിട്ടും കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇത് കൊടുക്കാം. പക്ഷെ എല്ലാ പ്രോബ്ലം ഒരേപോലെ നിങ്ങൾ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഓർത്തിരിക്കാൻ എളുപ്പമുണ്ടാവും. മനസ്സിലായോ? ഈ ഒരു പോയിന്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കണം. നമുക്കൊരു പ്രോബ്ലം വരുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. ഇപ്പൊ ഓർത്തിരിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമുക്കൊരു ട്രൂ ലെങ്തുകളുണ്ട്. ട്രൂ ലെങ്ത് ഒരു ഫ്രണ്ട് വ്യൂ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോപ്പ് വ്യൂ പാരലൽ ടു എക്സ് വൈ ലൈൻ ആയിരിക്കും. ഇനി അടുത്തത്, നമുക്കൊരു ടോപ്പ് വ്യൂ ഉണ്ട് കേട്ടോ. ട്രൂ ലെങ്ത് ട്രൂ ഇൻക്ലിനേഷനിൽ നമുക്കൊരു ടോപ്പ് വ്യൂ ഉണ്ട്. ഞാൻ വെറുതെ ഡയമെൻഷൻ ഒന്നും എടുക്കുന്നില്ല, ഞാനങ്ങ് വരയ്ക്കുന്നതെന്നുള്ളൂ. നമുക്കൊരു ടോപ്പ് വ്യൂ ഉണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ടത്, എല്ലാ ടോപ്പ് വ്യൂസും എല്ലാ ഫ്രണ്ട് വ്യൂസും ഒരു ലൈനിലായിരിക്കും. അതിന്റെ ലോക്കസ് സെയിം ആയിരിക്കും. ഓക്കെ, അതിന്റെ ലോക്കസ് സെയിം ആയിരിക്കും. അതൊന്നും ഓർത്തിരിക്കുക. ഇനി രണ്ടാമത് നമ്മളിപ്പോ പറഞ്ഞ എന്താണ്? ട്രൂ ലെങ്തിൽ ഒരു ടോപ്പ് വ്യൂ ഉണ്ട് അല്ലേ? ഇവിടെ നോക്കിയ അടുത്ത കണ്ടീഷൻ ഏതാ? ഇഫ് ടോപ്പ് വ്യൂ is in true length and true inclination, the front view corresponding to this is parallel to xy line. ഈ ട്രൂ ലെങ്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രണ്ട് വ്യൂ നമ്മൾ എന്താ ചെയ്യണത്? അതെന്താണ്? അത് പാരലൽ ടു എക്സ് വൈ ലൈൻ ആണ്. ഇത് ബി ഡാഷ് ആണ്. ഇവിടെ നോക്കിയ കുറെ ബി ഡാഷ് വന്നില്ലേ? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ അപ്പൊ നമ്മൾ എന്ത് ചെയ്തെടുക്കുക? 2 കൊടുക്കുക. ഇപ്പൊ ഒരു A-B2 വന്നു, A-B2 ഡാഷും വന്നു. ഇത് ഇത്രയും ക്ലിയർ ആവാത്തവരുണ്ടോ? ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യണം. ഹലോ, ക്ലിയർ ആണോ? അപർണ, ക്ലിയർ ആണോ? അതെ സർ, ക്ലിയർ ആ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി അത് പറയാതെ ഈ പോയിന്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇതിന്റെ സൊല്യൂഷൻ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. എത്ര കോപ്പി ഉണ്ട്, എത്ര ഫ്രണ്ട് ഉണ്ട്, നമ്മൾ ഏറ്റവും ഷോർട്ട് കട്ട് ആയിട്ടാണ് പറയാൻ പോണത്. ഇതിന്റെ വലിയ തിയറി പാർട്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യണമെന്നോ എങ്ങനെയാണ് ഇൻക്ലിനേഷനോ ഒന്നും പറയാൻ പോകുന്നില്ല. നമുക്കൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ അതിന്റെ ആൻസർ ചെയ്തിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് പറയുന്നത്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്, നമുക്കൊരു ട്രൂ ഇൻക്ലിനേഷനിൽ ഒരു ഫ്രണ്ട് വ്യൂ വരച്ചാൽ ഓട്ടോമാറ്റിക്കലി അതിന്റെ ടോപ്പ് വ്യൂ പാരലൽ ടു എക്സ് വൈ ലൈൻ ആയിരിക്കും. നമ്മൾ ട്രൂ ഇൻക്ലിനേഷനിൽ ഒരു ടോപ്പ് വ്യൂ വരച്ചാൽ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രണ്ട് വ്യൂ പാരലൽ ടു എക്സ് വൈ ലൈൻ ആയിരിക്കും. തിയററ്റിക്കലി ഈ പൊസിഷൻ എന്താണ്?
ലൈൻ പാരലൽ ടു എച്ച് പി ഇൻക്ലൈൻ ടു വി പി, അതുപോലെ തന്നെ ലൈൻ പാരലൽ ടു വി പി ഇൻക്ലൈൻ ടു എച്ച് പി. നമ്മൾ പഠിച്ച റൊട്ടേഷൻ അതാണ് സംഗതി. നിങ്ങൾ അതൊന്നും ആലോചിക്കണ്ട. നമ്മൾ ആലോചിക്കേണ്ടത് എന്താണ്, ഇത് അനുശ്രീ മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട് സാർ. ഓക്കെ, നമ്മൾ ഓർത്തിരിക്കേണ്ട ഇത്രയേ ഉള്ളൂ. നമുക്കൊരു ട്രൂ ലെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പാരലൽ ആയിട്ട് വേറൊരു വ്യൂ ഉണ്ട്. പാരലൽ ആയിട്ട് നമുക്ക് വേറൊരു വ്യൂ ഉണ്ട്. ഇത് ട്രൂ ലെങ്ത് ആണ്, ഇത് ടോപ്പ് വ്യൂ ആണ് ട്രൂ ലെങ്കിൽ. അപ്പൊ ഒരു ഫ്രണ്ട് വ്യൂ പാരലൽ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇത് തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ നമ്പറിങ് കൊടുത്തു. നമ്പറിങ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാം. ഈ 1 ഇവിടെ വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ സിംപ്ലി ഇതിന് ബി ഡാഷ് ഇത് കൊടുക്കാം, എന്തുകൊണ്ടെങ്കിലും കൊടുക്കാം. നമ്മൾ ഞാനിപ്പോ ഇങ്ങനെ കൊടുത്തേക്കുവാണ്. ഫ്രണ്ട് വ്യൂവിലുള്ള ട്രൂ ലെങ്തിന് 1 വെച്ച് കൊടുത്തു. അതിന് കറസ്പോണ്ടിങ് ഉള്ള ടോപ്പ് വ്യൂ അപ്പൊ AB1. ടോപ്പ് വ്യൂവിലുള്ള ട്രൂ ലെങ്തിന് 2 വെച്ച് കൊടുത്തു. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇത് ഫ്രണ്ട് വ്യൂ B2 ഡാഷ്. ഇനി മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഈ ലോക്കസ് വൺസ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഈ ലോക്കസിന് മാറ്റം ഉണ്ടാവില്ല. നമുക്ക് ഇനി വരയ്ക്കേണ്ടത് എന്താ, ഈ രണ്ട് കണ്ടീഷൻ എന്താണ്, പാരലൽ ടു വൺ ഓഫ് ദ പ്ലെയിൻ ആണ്. പാരലൽ ടു വൺ ഓഫ് ദ പ്ലെയിൻ ആണ്. പാരലൽ ടു വൺ ഓഫ് ദ പ്ലെയിൻ ആണ് ഈ രണ്ട് കണ്ടീഷൻസ്. ഇതെന്താണ്, പാരലൽ ടു വി പി ആണ്. ഈ വ്യൂ എ ഡാഷ് ബി വൺ ഡാഷ് എ ബി വൺ പാരലൽ ടു വി പി ഇൻക്ലൈൻ ടു എച്ച് പി ആണ്. എ ബി ടു എ ഡാഷ് ബി ടു ഡാഷ് ഈ വ്യൂ പാരലൽ ടു എച്ച് പി ആൻഡ് ഇൻക്ലൈൻ ടു വി പി ആണ്. ഇതാണ് ഈ പൊസിഷൻ. നമ്മൾക്ക് വേണ്ടത് ഇൻക്ലൈൻ ടു ബോത്ത് ദ പ്ലെയിൻ ആണ്. അപ്പോൾ ഇൻക്ലൈൻ ടു ബോത്ത് ദ പ്ലെയിൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇതിനെ റൊട്ടേറ്റ് ചെയ്യും. നമ്മൾ എങ്ങനെയാ റൊട്ടേറ്റ് ചെയ്യണേ, നമ്മുടെ കോമ്പസ് എടുക്കും. കോമ്പസ് എടുത്തിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ടത് ഏത് ലെങ്ത് ആണ് ഈക്വൽ എന്നുള്ളത് ഓർത്ത് വെക്കുക. അതായത് ഈ ഫ്രണ്ട് വ്യൂസ് സെയിം ആയിരിക്കും. ഈ ഫ്രണ്ട് വ്യൂ ഫൈനൽ ഫ്രണ്ട് വ്യൂ സെയിം ആയിരിക്കും. അതുപോലെ തന്നെ ഈ ടോപ്പ് വ്യൂ നമ്മുടെ ഇൻക്ലൈൻ ടു ബോത്ത് ദ പ്ലെയിൻ ആകുമ്പോഴുള്ള ടോപ്പ് വ്യൂ സെയിം ആയിരിക്കും. അത് ഞാൻ ഡയമെൻഷൻ ഒന്നും എടുത്ത് വരയ്ക്കാത്ത കാരണമാണ്. ഇപ്പോൾ അതൊരു മിക്സിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് തമ്മിൽ കണക്ട് ചെയ്യുക. ഇത് മാറ്റി വരയ്ക്കാണ്. അത് ഡയമെൻഷൻ എടുത്ത് വരയ്ക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ. ഡയമെൻഷൻ എടുത്ത് വരച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആവും. നമ്മുടെ B1 ഡാഷ് ഈ കിട്ടിയേക്കണത് എന്താണ്, ഇതാണ് നമ്മുടെ ഫൈനൽ പ്രൊജക്ഷൻ B ഡാഷ്. ഇത് B1. ഇതിനെയാണ് റൊട്ടേറ്റ് ചെയ്യുക. ഫൈനൽ പ്രൊജക്ഷൻ B. ഇവർ തമ്മിൽ കണക്ട് ചെയ്യുക. ഇത്രയുള്ളൂ നമ്മുടെ പ്രൊജക്ഷൻ ഓഫ് ലൈൻസ്. നമുക്കിതൊന്നുകൂടി ഒന്ന് ഇത് ചെയ്യാം. നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട സൊല്യൂഷൻ ബൈ ഹാർട്ട് ചെയ്യേണ്ട, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തേണ്ട സൊല്യൂഷൻ എന്താണെന്നുള്ളത് പറയാം. നിങ്ങൾ നോക്കിക്കേ, ഈ ലൈൻ പ്രൊജക്ട് ചെയ്യുമ്പോൾ 3 ഫ്രണ്ട് വ്യൂ ഉണ്ട്, 3 ടോപ്പ് വ്യൂ ഉണ്ട്, അല്ലേ? നിങ്ങൾ പഠിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, പഠിക്കേണ്ടുള്ളൂ. ലൈൻ വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ അതിനെ എങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ പഠിക്കണ്ട. നിങ്ങൾ പഠിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. എത്ര ഫ്രണ്ട് വ്യൂ ഉണ്ട്? 3 ഫ്രണ്ട് വ്യൂ ഉണ്ട്. എത്ര ടോപ്പ് വ്യൂ ഉണ്ട്? 3 ടോപ്പ് വ്യൂ ഉണ്ട്. AB, AB2, AB1. അതുപോലെ തന്നെ A ഡാഷ് B2 ഡാഷ് A ഡാഷ് B ഡാഷ് A ഡാഷ് B1 ഡാഷ്. ഇവർ തമ്മിലുള്ള ബന്ധം പഠിക്കുക, റിലേഷൻ പഠിക്കുക. A ഡാഷ് B1 ഡാഷ് എന്താണ്? ഞാൻ അതുകൊണ്ടാണ് ഒരു സിംഗിൾ നെയിം വെച്ചിട്ട് നിങ്ങളോട് പഠിക്കാൻ പറയണേ.
അപ്പോൾ അങ്ങനെ വെച്ച് പഠിക്കുമ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും. ഒരു ഫ്രണ്ട് വ്യൂ എന്താണ്? ട്രൂ ലെങ്തിലുള്ള ഫ്രണ്ട് വ്യൂ ആണ്. ബാക്കി രണ്ട് ഫ്രണ്ട് വ്യൂസ് എന്താണ്? റെഡ്യൂസ്ഡ് ലെങ്തിലാണ്. അതിനകത്ത് ഒരു ഫ്രണ്ട് വ്യൂവിന്റെ പ്രത്യേകത എന്താണ്? ആ റെഡ്യൂസ്ഡ് ലെങ്തിലുള്ള ഫ്രണ്ട് വ്യൂവിന്റെ പ്രത്യേകത എന്താണ്? അത് പാരലൽ ടു XY ലൈൻ ആണ്. വേറെ അടുത്ത റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ഫ്രണ്ട് വ്യൂവിന്റെ പ്രത്യേകത എന്താണ്? അത് ഇൻക്ലൈൻ ടു ബോത്ത് പ്ലെയിൻ ആകുമ്പോഴുള്ള ഫ്രണ്ട് വ്യൂ ആണ്. അതായത് A', B' ഇൻക്ലൈൻ ടു ബോത്ത് പ്ലെയിൻ ആകുമ്പോഴുള്ള ഫ്രണ്ട് വ്യൂ ആണ്. അതിന്റെ ലെങ്തും പാരലൽ ആയിട്ടുള്ള ഫ്രണ്ട് വ്യൂവിന്റെ ലെങ്തും സെയിം ആയിരിക്കും. അതേ കേസ് തന്നെയാണ് ഇവിടെ. 3 ടോപ്പ് വ്യൂവിൽ ഒരു ടോപ്പ് വ്യൂ A, B2 എന്താണ്? ട്രൂ ലെങ്തിലുള്ള ടോപ്പ് വ്യൂ ആണ്. പിന്നെ എന്തുണ്ട്? റെഡ്യൂസ്ഡ് ലെങ്തിലുള്ള 2 ടോപ്പ് വ്യൂ ഉണ്ട്. അതിനകത്ത് ഒരു ടോപ്പ് വ്യൂ എന്താണ്? പാരലൽ ആയിട്ടുള്ള ഒരു ടോപ്പ് വ്യൂ ആണ്. ഓക്കെ, ആ പാരലൽ ആയിട്ടുള്ള ടോപ്പ് വ്യൂവിന്റെയും ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ടോപ്പ് വ്യൂവിന്റെയും റെഡ്യൂസ്ഡ് ലെങ്തിലുള്ള ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ടോപ്പ് വ്യൂവിന്റെയും ലെങ്ത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഇത്രയും കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. അതടക്കി സോറി, അത് ഇവിടെ ഒരു ചെറിയൊരു പൊക്കയുടെ പ്രശ്നം. ഓക്കെ, നമുക്ക് ഇത് ഇത്രയും തന്നെ മനസ്സിൽ വെക്കുക കേട്ടോ. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇതിനകത്ത് ഡൗട്ട് ഇല്ലല്ലോ? ഇല്ല, കേക്കാം. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾ ഇത്രയും മാത്രം ഓർത്ത് വെച്ചാൽ മതി. നമുക്ക് 3 ഫ്രണ്ട് വ്യൂ 3 ടോപ്പ് വ്യൂ അത്രയും ഓർത്താൽ മതി. അപ്പൊ നമ്മുടെ പ്രൊജക്ഷനിൽ എന്തൊക്കെ വേണം? 3 ഫ്രണ്ട് വ്യൂസ് വേണം. അപ്പൊ 3 ഫ്രണ്ട് വ്യൂസ് എങ്ങനെ വരയ്ക്കും? അതിനെപ്പറ്റി ആലോചിക്കാം. 3 ടോപ്പ് വ്യൂ ഉണ്ട്. ആ 3 ടോപ്പ് വ്യൂ എങ്ങനെ വരയ്ക്കും? അതിനെപ്പറ്റി ആലോചിക്കാം. ഇനി ഇതിനകത്ത് 2 ആംഗിൾ ഉണ്ട്. ഇതിനകത്ത് ട്രൂ ഇൻക്ലിനേഷൻ എവിടെയായിരിക്കും? ഏത് ലൈനായിട്ടായിരിക്കും? A', B', ആണോ? A', ആണോ? B', ആണോ? ഇതിന് ഇൻക്ലിനേഷൻ ഇല്ലല്ലോ, അപ്പൊ ഇതിനെപ്പറ്റി ആലോചിക്കണ്ട. ഈ 2 ലൈൻ ഉണ്ട്. അപ്പോ ട്രൂ ഇൻക്ലിനേഷൻ നമ്മള് തീറ്റ അല്ലെ, തീറ്റയും ഫൈയും. ഇൻക്ലിനേഷൻ വിത്ത് HP ഫ്രണ്ട് വ്യൂലാണ് മാർക്ക് ചെയ്യുക, ട്രൂ ലെങ്തുമായിട്ടാണ്. അപ്പാരന്റ് ഇൻക്ലിനേഷൻ അത് ഇൻക്ലൈൻ ടു ബോത്ത് പ്ലെയിനിലാണ് നമ്മൾ മാർക്ക് ചെയ്യുക, അതാണ് ആൽഫ. 3 ഇൻക്ലിനേഷൻ നമ്മൾ മാർക്ക് ചെയ്യുക, ട്രൂ ലെങ്തുമായിട്ടാണ്. അപ്പാരന്റ് ഇൻക്ലിനേഷൻ അത് ഇൻക്ലൈൻ ടു ബോത്ത് പ്ലെയിനിലാണ് നമ്മൾ മാർക്ക് ചെയ്യുക, അതാണ് ആൽഫ. 4 ഇൻക്ലിനേഷൻ നമ്മൾ മാർക്ക് ചെയ്യുക, ട്രൂ ലെങ്തുമായിട്ടാണ്. അതാണ്
രണ്ട് ആംഗിൾസും കൂടി വരും കേട്ടോ. അതായത് ട്രൂ ഇൻക്ലിനേഷൻ എപ്പോഴും ട്രൂ ലെങ്തുമായിട്ടായിരിക്കും. ഫ്രണ്ട് വ്യൂവിൽ കാണുന്ന ആംഗിൾ ഇൻക്ലിനേഷൻ വിത്ത് HP ആണ്. ഇനി അടുത്തത് ട്രൂ ഇൻക്ലിനേഷൻ വിത്ത് VP. ഇത് ഫൈ, തീറ്റ ഫൈ. അടുത്ത അപ്പാരന്റ് ഇൻക്ലിനേഷൻ വിത്ത് VP, അത് ബീറ്റ. ഈ ആംഗിൾസ് വരും. നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് ചെയ്യാം. പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു ഐഡിയ. ഓക്കെ, നമുക്ക് ഈ പ്രോബ്ലം തന്നെ ചെയ്യാം. ഇത് ഞാൻ വേറൊരു ക്ലാസ്സിന് വേണ്ടി ചെയ്തതായിരുന്നു. നമുക്കിത് ഈ ബോർഡ് കാണാമല്ലോ അല്ലേ? പ്രോബ്ലം കാണാമോ? എ ലൈൻ AB 90 mm long. കാണാം. ഓക്കെ, നമുക്ക് ഈ പ്രോബ്ലം ചെയ്ത് നോക്കാം. A line AB 90 mm long is inclined at 45 degree to the HP and its top view makes an angle of 60 degree with the VP. The NDA is in the HP and 12 mm in front of the VP. Draw its front view and find its true inclination with VP. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ നിങ്ങൾ ആദ്യമേ തന്നെ ഇത് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈനിന്റെ പ്രോബ്ലം തന്നിട്ട് വരുമ്പോൾ ജസ്റ്റ് ക്വിക്ക് ആയിട്ട് നിങ്ങളുടെ ആ പേപ്പറിനെ അവിടെ ഇതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ ക്വസ്റ്റിൽ തന്നെ അണ്ടർലൈൻ ചെയ്ത് പോവുക. നമുക്ക് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് നമ്മുടെ മനസ്സിൽ വേണം. നമുക്ക് വേണ്ടത് എന്തൊക്കെയാണ്? ട്രൂ ലെങ്ത്, പ്രൊജക്ഷൻ പോയിന്റ്സ്. ഇതിനകത്ത് ഒരു സാധനം ഉണ്ട്, അതിനകത്ത് ട്രേസ് ലൊക്കേറ്റ് ചെയ്യാനും കൂടി ഉണ്ട്. അത് ഞാൻ എടുത്ത് മാറ്റിയതാണ്. പോയിന്റ്സ്, എൻഡ് പോയിന്റ്, അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ എൻഡ് പോയിന്റ് അത് തന്നിട്ടുണ്ടോ നോക്കുക. ട്രൂ ലെങ്ത് ഉണ്ടോ നോക്കുക. ഇനി ഈ ക്വസ്റ്റ്യൻ അതുണ്ടല്ലോ, അറ്റ്ലീസ്റ്റ് വൺ പോയിന്റ് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. കാരണം അതിനകത്ത് ചിലപ്പോ ട്രേസിന്റെ ലൊക്കേഷൻ ആയിരിക്കും തന്നേക്കണം, അങ്ങനത്തെ പ്രോബ്ലം ആയിരിക്കും. അപ്പൊ നമുക്ക് ഇതാണ് വേണ്ടത്, അറ്റ്ലീസ്റ്റ് വൺ ഓഫ് എൻഡ് പോയിന്റ്സ് നമുക്ക് തന്നെ പ്രോബ്ലത്തില്. അങ്ങനത്തെ ടൈപ്പാണ് നമ്മളിപ്പോ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അപ്പോ അതിനകത്ത് പിന്നെ ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? തന്നിരിക്കുന്ന ഡേറ്റയിൽ എടുത്ത് എഴുതുക. ട്രൂ ലെങ്ത് ഉണ്ട്, തീറ്റ ഉണ്ട്. തീറ്റ നമ്മുടെ നൊട്ടേഷൻ നിങ്ങളൊന്ന് ആ സ്റ്റാൻഡേർഡ് നൊട്ടേഷൻ ഓർത്ത് വെക്കണം കേട്ടോ. തീറ്റ എന്ന് പറഞ്ഞാൽ ഇൻക്ലിനേഷൻ വിത്ത് HP ആണ്. ടോപ്പ് വ്യൂ മേക്സ് ആൻ ആംഗിൾ 60 ഡിഗ്രി. ആ സെന്റൻസ് അതുപോലെ തന്നെ എഴുതി. ഇത് ഓട്ടോമാറ്റിക്കലി നമ്മൾ എങ്ങനെ തെറ്റിച്ച് കളയും? ഇത് ഫൈ ആയിട്ട് നമ്മൾ വിചാരിക്കും. പക്ഷെ ഫൈ അല്ല. എന്തുകൊണ്ടാണ് ഫൈ അല്ലാത്തത്? ഇവിടെ സെന്റൻസ് കണ്ടോ? ടോപ്പ് വ്യൂ മേക്സ്, അല്ലാതെ അത് ദ ലൈൻ മേക്സ് ആൻ ആംഗിൾ ഓഫ് 60 ഡിഗ്രി വിത്ത് VP എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ എന്തായിരുന്നു? അത് നമ്മുടെ ഫൈ ആണ്. പക്ഷെ ഇവിടെ എന്താണ്? ഇവിടെ ടോപ്പ് വ്യൂ മേക്സ് ആൻ ആംഗിൾ. എ ലൈൻ ഓഫ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ട്രൂ ലെങ്ത് ആണ്. എ ലൈൻ ഇസ് ടോപ്പ് വ്യൂ മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ അത് ടോപ്പ് വ്യൂവിന്റെ ലെങ്ത് ആണ്. മനസ്സിലായോ? അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇത് കൊണ്ട് തെറ്റിച്ച് കളയാൻ സാധ്യതയുള്ളതാണ്. ഇത് നിങ്ങൾ ഫൈ എടുത്തിട്ട് വരയ്ക്കാൻ നോക്കും. ഫൈ അല്ലാതെ അതെന്താണ്? നമ്മുടെ ബീറ്റയാണ്, അപ്പാരന്റ് ആംഗിൾ ആണ്. ആൻഡ് ഇസ് ടോപ്പ് വ്യൂ മേക്സ് ആൻ ആംഗിൾ ഓഫ് 60 ഡിഗ്രി വിത്ത് VP. കണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യനെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യണത്. ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് നമുക്ക് വേണ്ട സാധനങ്ങൾ എന്താണ്? ട്രൂ ലെങ്ത്, അതുപോലെ തന്നെ എന്താണ്? 3 ടോപ്പ് വ്യൂ ഉണ്ട്, 3 ഫ്രണ്ട് വ്യൂ ഉണ്ട്, തീറ്റ ഉണ്ട്, ആൽഫ ഉണ്ട്, അതുപോലെ തന്നെ ബീറ്റ ഉണ്ട്, ഫൈ ഉണ്ട്. ഇല്ല, എത്ര ഉണ്ടെന്ന് നമ്മൾ അതിന്റെ സൊല്യൂഷൻ നമ്മൾ പഠിച്ചു വെച്ചേക്കാണ്. നമുക്കറിയാം. നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഇത്രയും സാധനങ്ങൾ ക്വസ്റ്റ്യൻ ഉണ്ടോ എന്ന് നോക്കുക. അത്രയും ചെയ്താൽ മതി. നമ്മൾ നോക്കുമ്പോൾ ട്രൂ ലെങ്ത് ഉണ്ട്.
പിന്നെ തീറ്റ ഉണ്ട്. ഇത് ഫൈ ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്യരുത്. ഫൈ അല്ല, ടോപ്പ് വ്യൂ മേക്സ് ആൻ ആംഗിൾ ഓഫ് 60 ഡിഗ്രി. അതായത് ഇത് പരന്റ് ആംഗിൾ ബീറ്റയാണ്. പിന്നെന്താണ് പോയിന്റ് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ എക്സ് വൈ ലൈൻ വരയ്ക്കാം. ഒരു എക്സ് വൈ ലൈൻ വരയ്ക്കാം. ഇവിടെ പ്രോപ്പർ സ്പേസ് എടുത്തിട്ട് എക്സ് വൈ ലൈൻ വരയ്ക്കുക. ഫസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾ പോയിന്റ്സ് പ്രൊജക്ട് ചെയ്യുക, അല്ലേ? എന്റെ എ ഈസ് ഇൻ ദ എച്ച് പിയിലാണ് ഒരു എൻഡ്. അപ്പൊ ഒന്നും നോക്കാനല്ല, എച്ച് പി എന്നുള്ള ഡിസ്റ്റൻസ് 0 ആണ്. അപ്പൊ ഫ്രണ്ട് വ്യൂ ആണ് എച്ച് പിയില്, അല്ലേ? എച്ച് പിയിൽ നിന്നുള്ള എല്ലാ ഡിസ്റ്റൻസ് എവിടെയാണ് അച്ഛനെ മാർക്ക് ചെയ്യുന്നത്? നമ്മള് എച്ച് പിയിലാണ്, അല്ലേ? എച്ച് പിയിലാണ് നമ്മൾ മാർക്ക് ചെയ്യണത്. അപ്പോ എച്ച് പിയിലുള്ള ഡിസ്റ്റൻസ്, അപ്പൊ ഇവിടെ എന്ത് വരും? എച്ച് പിയിലാന്ന് പറഞ്ഞാൽ അവിടെ വേണ്ടത് ഫ്രണ്ട് വ്യൂ ആണ്. എച്ച് പിന്ന് ഒരു വേർഡ് കണ്ടാൽ അപ്പൊ ഫ്രണ്ട് വ്യൂ ആണ് അവിടെ. ഓക്കെ, ഇനി എന്താ? 12 ഇൻഫ്രണ്ട് ഓഫ് വി പി. ഇൻഫ്രണ്ട് ഓഫ് വി പി എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ മാർക്ക് ചെയ്യേണ്ടത്? എന്ത് വ്യൂ ആണ്? വി പി എന്നുള്ള എല്ലാം ടോപ്പ് വ്യൂയിലാണ്. ഇൻഫ്രണ്ട് ഓഫ് വി പി എന്ന് പറഞ്ഞാൽ ടോപ്പ് വ്യൂ എത്രയാണ്? ബിലോ എക്സ് വൈ ലൈൻ ആണ്. എത്രയാണ്? 12. നിങ്ങളുടെ 2 മാർക്ക് സെറ്റായി. ഇത്രയും ചെയ്ത് വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ ഒരു 2 മാർക്ക് ഇതിനകത്ത് സെറ്റായി. ഓക്കെ, നമ്മൾ ഫസ്റ്റ് പോയിന്റ് നമ്മൾ ലൊക്കേറ്റ് ചെയ്തു. 12 താഴെ നമ്മൾ ഇത് അലൈൻ ചെയ്തൊക്കെ എഴുതണം കേട്ടോ. ഇങ്ങനെ എഴുതണേ. അല്ല, ഡയമെൻഷൻ ചെയ്യണത് എനിക്ക് ഇങ്ങനെ എഴുതാൻ പാടാണ്, മൗസ് വെച്ചിട്ട് എഴുതാൻ പാടാണ്. 12 ഇതില് എഴുതുക. ഇനി എന്ത് ചെയ്യും? ഒരു ട്രൂ ലെങ്ത് തന്നിട്ടുണ്ട്, അല്ലേ? അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ സൊല്യൂഷൻ വന്നെ. ട്രൂ ലെങ്ത് രണ്ടും ചെരിഞ്ഞല്ലേ ഇരിക്കണേ. ടോപ്പ് വ്യൂവിലുള്ള ട്രൂ ലെങ്ത് ആണെങ്കിലും ഫ്രണ്ട് വ്യൂവിലുള്ള ട്രൂ ലെങ്ത് ആണെങ്കിലും നിങ്ങൾ ആ സൊല്യൂഷൻ നിങ്ങൾ വരച്ചെടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ പ്രീവിയസ് ക്ലാസ്സിൽ ഉണ്ടോ? ഡേറ്റ് എത്രയായിരുന്നു? 11/6. നമ്മൾ 7/6 നോക്കണത്. ഇതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. 2 ട്രൂ ലെങ്തിലുള്ള ഫ്രണ്ട് വ്യൂ ഉണ്ട്, ട്രൂ ലെങ്തിലുള്ള ടോപ്പ് വ്യൂ ഉണ്ട്. പക്ഷെ അത് രണ്ടും വരയ്ക്കണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ആംഗിൾ വേണം. ഈ സൊല്യൂഷൻ ക്ലിയർ അല്ലാത്തവരുണ്ടോ ഇപ്പോ? കാരണം ഈ സൊല്യൂഷൻ ക്ലിയർ അല്ലെങ്കിൽ നമുക്കത് വരയ്ക്കാൻ പറ്റില്ല കേട്ടോ. നമുക്ക് ട്രൂ ലെങ്ത് എവിടെയൊക്കെയാ ഉള്ളത്? ട്രൂ ലെങ്ത് ടോപ്പ് വ്യൂലുണ്ട്, ട്രൂ ലെങ്ത് ഫ്രണ്ട് വ്യൂലുണ്ട്. ഇന്ന് ഡേറ്റ് എത്രയായിരുന്നു? 9th അല്ലേ?
അപ്പൊ ട്രൂ ലെങ്ത് നമുക്ക് ഇതിനകത്ത് ഏത് ട്രൂ ലെങ്ത് വരയ്ക്കാൻ പറ്റണേ? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. ട്രൂ ലെങ്ത് ടോപ്പ് വ്യൂയിലുള്ള ട്രൂ ലെങ്ത് വരയ്ക്കാൻ പറ്റുമോ? ടോപ്പ് വ്യൂയിലുള്ള ട്രൂ ലെങ്ത് വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. കാരണം നമുക്ക് ആംഗിൾ അറിയില്ല അല്ലേ? അപ്പൊ നമുക്ക് ഫ്രണ്ട് വ്യൂയിലുള്ള ട്രൂ ലെങ്ത് വരയ്ക്കാം. കാരണം എത്രയാണ്? നമുക്ക് ആംഗിൾ തന്നിട്ടുണ്ട്. ആംഗിൾ എത്രയാണ് തന്നേക്കണേ? ആംഗിള് 45 തന്നിട്ടുണ്ട്. അപ്പോ ഫ്രണ്ട് വ്യൂയില് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ 45 എടുത്തിട്ട് 90 ലെങ്തില് ഒരു ലൈൻ വരയ്ക്കുക. ഇതിന്റെ ലെങ്ത് അളക്കുക. ലെങ്ത് എത്രയാണ്? 90 ആണ്. വരയ്ക്കുന്നുണ്ടോ? ഉണ്ട് സാർ. 90 എടുത്ത് സ്കെയിൽ വെച്ച് മെഷർ ചെയ്താലും മതി കേട്ടോ. ഞാനിപ്പോ സ്കെയിൽ ഇതിനകത്ത് എടുക്കാനായിട്ട് പാടാണ്. അപ്പൊ സ്കെയിൽ എടുത്തിട്ട് നിങ്ങൾ ഇത് 90 എടുത്തിട്ട് ഇവിടെ കട്ട് ചെയ്യാം. 90 ഉണ്ട്. ഓക്കെ, 90 എടുത്ത് മാർക്ക് ചെയ്യാം. ഈ പോയിന്റ് നമ്മുടെ ട്രൂ ലെങ്തിലുള്ള ഫ്രണ്ട് വ്യൂ ആണ്. അതിനെ നമ്മൾ മാർക്ക് ചെയ്തത് എത്രയാണ്? V1 ഡാഷിനാണ്. തിന്നായിട്ട് വരയ്ക്കുക കേട്ടോ, തിന്നായിട്ട് വരയ്ക്കാം. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ, ആദ്യമേ തന്നെ നിങ്ങൾ ഒരു ലോക്കസ് അങ്ങ് വരച്ചിടുക. നമുക്ക് ഇതിൽ കൂടി ഈ ഫൈനലിൽ കിട്ടിയ ഈ വ്യൂ കിടി ഏത് പ്രോബ്ലം ആണെങ്കിലും നമ്മൾ ഇങ്ങനെ ഒരു ലോക്കസ് വരച്ചിടുക. ഇനി എന്താ ചെയ്യാൻ പോണേ? ഇനി എന്താണ് ചെയ്യണേ? XYയുടെ പാരലായിട്ട് അത് ചെയ്യാം. XYയുടെ പാരലായിട്ട് ഒരു ടോപ്പ് വ്യൂ ഉണ്ട് അല്ലെ? ഈ ഫ്രണ്ട് വ്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് XY ലൈന് പാരലായിട്ട് ഒരു ടോപ്പ് വ്യൂ ഉണ്ട്. അത് വരയ്ക്കാം. അതല്ലെങ്കിൽ തന്ന ഡേറ്റ വെച്ചിട്ട് വേറൊരു ടോപ്പ് വ്യൂ വരയ്ക്കാം. എന്തായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്ക് പഠിച്ച ഒരു മെത്തേഡ് വെച്ചിട്ട് ഇത് ട്രൂ ലെങ്തിലുള്ള ഫ്രണ്ട് വ്യൂ നമുക്ക് കിട്ടി. ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിലേക്ക് എന്തുവെല്ലാം ഇവിടെ ഇതിന് പാരലായിട്ട് ഒരു ടോപ്പ് വ്യൂ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ടോപ്പ് വ്യൂ അങ്ങ് മാർക്ക് ചെയ്തിട്ട് കണ്ട, ഇത്രയും സിമ്പിളാണ് സംഗതി. ട്രൂ ലെങ്തിലുള്ള ഫ്രണ്ട് വ്യൂ ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. ക്വസ്റ്റിനിൽ തന്നേക്കുന്ന ട്രൂ ലെങ്തിലുള്ള ഫ്രണ്ട് വ്യൂ എടുത്ത് വരച്ചു. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ലൈൻ ഓഫ് പ്രൊജക്ഷനിൽ എന്തായാലും ട്രൂ ലെങ്തിൽ ഫ്രണ്ട് വ്യൂ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പാരലായിട്ട് ടോപ്പ് വ്യൂ ഉണ്ട്. അതിന് പാരലായിട്ടുള്ള ടോപ്പ് വ്യൂ അതിന് കറസ്പോണ്ടിങ് ഉള്ള ടോപ്പ് വ്യൂ പാരലായിട്ട്. അപ്പൊ നമ്മൾ B1 വരയ്ക്കാം. ഇത് ക്ലിയർ അല്ലേ അഖില? ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇത്രയും നമ്മൾ അടുത്ത ഡേറ്റയിലേക്ക് പോവാം. നമുക്ക് അടുത്ത ഡേറ്റ എന്താ തന്നേക്കണേ? ടോപ്പ് വ്യൂ മേക്സ് ആൻ ആംഗിൾ 60 ഡിഗ്രി. അപ്പൊ ബീറ്റയാണ് കേട്ടോ അത്. നമ്മൾ അല്ലാതെ ട്രൂ ലെങ്തിനുള്ള എടുത്ത് വരയ്ക്കരുത്, തെറ്റിച്ച് കളയുന്നതാണ്. ഇവിടെയൊക്കെയാണ് നിങ്ങളുടെ മാർക്ക് സൊല്യൂഷൻ ഫുള്ള് തെറ്റുന്നത്. എല്ലാവരും എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ 60 ഡിഗ്രി എടുത്തിട്ട് എന്ത് ചെയ്യും? ട്രൂ ലെങ്തിലുള്ള ടോപ്പ് വ്യൂ വരയ്ക്കും. അതല്ല വേണ്ടത്. ട്രൂ ലെങ്തിലല്ല അത്. അങ്ങനെയാണെങ്കിൽ ആ ലൈൻ മേക്സ് ആൻ ആംഗിൾ 60 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ടായി. ഇവിടെ ടോപ്പ് വ്യൂ മേക്സ് ആൻ ആംഗിൾ 60 ഡിഗ്രി എന്നാണ്. എന്ത് നോക്കണ്ട, നിങ്ങൾ 60 ഡിഗ്രിയിൽ തൽക്കാലം ഒരു ലൈൻ വരച്ചിടാലോ. ലൈനിന്റെ ലെങ്ത് എന്താണെന്ന് അറിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം?
60 ഡിഗ്രിയിൽ നമുക്കൊരു ലൈൻ വരച്ചിടാം. എന്നിട്ട് ഇനി ആലോചിക്കുക എന്താണ് ഇതിന്റെ ലെങ്ത്, എന്തായിരിക്കും ഇതിന്റെ ലെങ്ത്? നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ വെച്ച് ആലോചിച്ച് 3 ടോപ്പ് വ്യൂ ഉണ്ട് അല്ലേ? 3 ടോപ്പ് വ്യൂല് ഒരു മിനിറ്റ്, ഒരു ടോപ്പ് വ്യൂ മാത്രം ട്രൂ ലെങ്ത് ആണ്. അത് നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. കാരണം അത് വരയ്ക്കണമെങ്കിൽ എന്ത് വേണം? VP ആയിട്ടുള്ള ആംഗിൾ അറിയണം. അത് വരയ്ക്കാൻ പറ്റില്ല, അത് വിട്ടു. പിന്നെ നമുക്ക് ഒരു ടോപ്പ് വ്യൂ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ആ ഒരെണ്ണം പാരലൽ ടു XY ലൈൻ ആണ്, അടുത്തത് ഇൻക്ലൈൻഡ് ആണ്, ഇൻക്ലൈൻഡ് ടു ബോത്ത് ലൈൻ ആണ്. അവർ തമ്മിലുള്ള ലെങ്ത് എന്താ? സെയിം അല്ലേ? ഈ ടോപ്പ് വ്യൂ ഇൻക്ലൈൻഡ് ടു ബോത്ത് ലൈൻ ആകുമ്പോഴുള്ള ടോപ്പ് വ്യൂവും തമ്മിലുള്ള ലെങ്ത് എന്താ? സെയിം ആണ്. ഇതിനെ റൊട്ടേറ്റ് ചെയ്യാം. ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കണം കേട്ടോ. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ എല്ലാം നമ്മൾ ഇങ്ങനെ വെച്ചേക്കാണ്, പ്ലോട്ട് ചെയ്ത് വെച്ചേക്കാണ്. ഇനി നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ നിന്ന് വേണം വരയ്ക്കാനായിട്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ലെങ്ത് ഇൻക്ലൈൻ ടു ഈ പൊസിഷൻ, ഈ ടോപ്പ് വ്യൂ എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഈ ടോപ്പ് വ്യൂ അപ്പാരന്റ് ആംഗിളിൽ വരച്ച ടോപ്പ് വ്യൂ ആണ്, അതായത് ഇൻക്ലൈൻ ടു ബോത്ത് ലൈനിലുള്ള ടോപ്പ് വ്യൂ ആണ്. ആ സമയത്ത് പാരലൽ ആയിട്ടുള്ള ടോപ്പ് വ്യൂവിന്റെയും ഇൻക്ലൈൻ ടു ബോത്ത് ലൈൻ ആകുമ്പോഴുള്ള ടോപ്പ് വ്യൂവിന്റെയും ലെങ്തുകൾ സെയിം ആയിരിക്കും. ഇതിനെ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പൊ നമുക്ക് ഫൈനൽ ബി കിട്ടും. ഇങ്ങനെ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മൾ ഒന്നും ആലോചിക്കരുത്, നിങ്ങൾ അപ്പൊ തന്നെ ലോക്കസ് അങ്ങ് വരച്ചിട്ടേക്കുക, അല്ലെങ്കിൽ പിന്നെ നമ്മളത് വിട്ടുപോകും. അപ്പൊ തന്നെ ഉണ്ടല്ലോ നമ്മൾ അതിന്റെ ലോക്കസ് അങ്ങ് വരച്ചിട്ടേക്കുക, ലോക്കസ് ഓഫ് ടോപ്പ് വ്യൂ. ഈ പോയിന്റിൽ കൂടി പാരലായിട്ട്, അതായത് ഈ ഫ്രണ്ട് വ്യൂ എപ്പോഴും ഒരു ലോക്കസിലാണ്, ടോപ്പ് വ്യൂ എപ്പോഴും ഒരു ലോക്കസിലാണ്. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഫ്രണ്ട് വ്യൂ ഏതെങ്കിലും ടോപ്പ് വ്യൂ കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ ലോക്കസ് അങ്ങ് മാർക്ക് ചെയ്തിട്ടേക്കുക. നിങ്ങൾക്ക് മനസ്സിലാവുന്ന സാധനങ്ങൾ അപ്പൊക്കെ അങ്ങ് ചെയ്ത് പോവുക. നമുക്ക് 10 മാർക്കിനുള്ള സാധനമായിട്ടാ. നിങ്ങൾ ഇത്രയൊന്നും ഫസ്റ്റ് പാർട്ട് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 6-7 മാർക്ക് കിട്ടും. അതായത് ട്രൂ ലെങ്തും ഈ കറസ്പോണ്ടിങ് വ്യൂവും വരച്ചാൽ, ഇത്രയും വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും 10 മാർക്ക് വരെയുള്ള സംഗതിയായിരിക്കും. കണ്ടില്ലേ, നമ്മുടെ ലൈൻ വെറുതെ ഒന്നും ചെയ്യാതെ വിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ 10 മാർക്ക് കിട്ടുമോ? അതായത് ഇത് മാത്രം ചെയ്താൽ 2 മാർക്ക്. ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ്. നമ്മൾ ഈ ഫസ്റ്റ് പ്രൊജക്ഷൻ ചെയ്താൽ അതിന് മാർക്കുണ്ട്. ഇത്രയും ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ, ഞാൻ ഫ്രണ്ടിലേക്ക് വരയ്ക്കട്ടെ. ഇനി എങ്ങനെ വരയ്ക്കും നിങ്ങൾ തന്നെ ഒന്ന് പറ. അപ്പൊ അതിന് ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപർണ ഉണ്ടോ? അപർണ, ഇനി എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? ഇവിടെ വരെ വരച്ചോ? ഓക്കെ, ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? ആർക്കെങ്കിലും പറയാമോ? ഗംഗയിലെ ഗംഗാരാധാകൃഷ്ണനിലെ ഗംഗ കേൾക്കാമോ? ഇത്രയും വരച്ചില്ലേ എല്ലാവരും? ഞാൻ ഫ്രണ്ടിലേക്ക് പറയട്ടെ. അശ്വിന് എന്തെങ്കിലും ഐഡിയ കിട്ടിയോ? സാർ ഇവിടം വരെ വരച്ചു, ബാക്കി എങ്ങനെയാന്ന് ബാക്കി ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് ഇനിയുള്ളത് എന്താ? നമുക്കിപ്പോ എന്തൊക്കെ കിട്ടിയേക്കണേന്ന് ആലോചിക്കാം.
ഫ്രണ്ട് വ്യൂ ആണെങ്കിൽ ട്രൂ ലെങ്തിലുള്ള ഫ്രണ്ട് വ്യൂ മാത്രമാണ് കിട്ടിയിട്ടുള്ളൂ. ഇനി വേറെ 2 ഫ്രണ്ട് വ്യൂസ് ഉണ്ട്, അവിടെ നിൽക്കട്ടെ. ടോപ്പ് വ്യൂ ആണെങ്കിൽ 2 ടോപ്പ് വ്യൂ കിട്ടിയിട്ടുണ്ട്. ഒരു പാരലൽ ആയിട്ടുള്ള ടോപ്പ് വ്യൂ കിട്ടി, ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ടോപ്പ് വ്യൂ കിട്ടി, റെഡ്യൂസ്ഡ് ലെങ്തിലുള്ള. ഇനി ഏത് ടോപ്പ് വ്യൂ ബാക്കിയുള്ള? ഇതാ ഞാൻ പറഞ്ഞ ആ സൊല്യൂഷൻ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഈസിയാ. 3 ടോപ്പ് വ്യൂ ഇല്ലേ, 3 ടോപ്പ് വ്യൂ ഇനി ഏത് ടോപ്പ് വ്യൂ നമുക്ക് കിട്ടാനുള്ള ടോപ്പ് വ്യൂ? ട്രൂ ലെങ്തിലുള്ള ടോപ്പ് വ്യൂ. ശരിയല്ലേ? ട്രൂ ലെങ്ത് തന്നിട്ടില്ലേ? ട്രൂ ലെങ്ത് തന്നിട്ടില്ലേ? 90. അപ്പൊ ആ 90 വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ലോക്കസ് അറിയില്ലേ? ടോപ്പ് വ്യൂന്റെ ലോക്കസ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏതെങ്കിലും പോയിന്റ്സ് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അപ്പൊ തന്നെ ലോക്കസ് അങ്ങ് വരച്ചിട്ടേക്കാം. ഇത് 2 രീതിയിൽ സോൾവ് ചെയ്യാം. ഒന്ന് ട്രൂ ലെങ്ത് തന്നിട്ടുണ്ട്, അപ്പോൾ നമുക്ക് ട്രൂ ലെങ്തിലുള്ള ടോപ്പ് വ്യൂ എന്തായാലും വരയ്ക്കാം, കാരണം ഇപ്പൊ നമുക്ക് ആ ലോക്കസ് അറിയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ 90 എടുക്കുക കേട്ടോ. നിങ്ങൾ സ്കെയിലിൽ എടുക്കുക. ഞാനിപ്പോ ഇതിനകത്തൊരു ഓട്ടോമാറ്റിക്കലി സ്കെയിൽ ഉള്ള കാരണം ഞാൻ ഇത് നോക്കി അങ്ങ് എടുക്കുകയാണ്. നിങ്ങൾ 90 എടുത്തിട്ട് കോമ്പസിൽ 90 എടുത്തിട്ട് എന്ത് ചെയ്യാം? അല്ലെങ്കിൽ സ്കെയിൽ ഇവിടെ വെച്ചിട്ട് 7 കുത്തി ട്രൂ ലെങ്ത് കട്ട് ചെയ്യാം. ഈ കിട്ടിയ സാധനം എന്താ പറയാമോ? ഇത് നമ്മുടെ ട്രൂ ലെങ്തിലുള്ള ടോപ്പ് വ്യൂ ആണ്. അല്ലേ? നമ്മൾ അങ്ങനെ ആലോചിച്ചേ. നമ്മൾ അതാ ഞാൻ പറഞ്ഞ സൊല്യൂഷൻ ആദ്യം പഠിച്ചാൽ 3 ടോപ്പ് വ്യൂ 3 ഫ്രണ്ട് വ്യൂ. ആ 3 ടോപ്പ് വ്യൂസ് ഏതാണ്, 3 ഫ്രണ്ട് വ്യൂസ് ഏതാണ്, അവർ തമ്മിലുള്ള ബന്ധം എന്താണ്, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ നമുക്ക് ലൈൻ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ നോക്കിയപ്പോൾ 2 ടോപ്പ് വ്യൂ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. മൂന്നാമത്തെ ടോപ്പ് വ്യൂ എന്ത് കിട്ടും, ഏതാണ് മിസ്സിങ്? അങ്ങനെ നോക്കിയപ്പോൾ നമുക്ക് ട്രൂ ലെങ്തിലുള്ള ടോപ്പ് വ്യൂ വരച്ചിട്ടില്ല. അത് വരയ്ക്കാൻ പറ്റുമോ? വരയ്ക്കാൻ പറ്റും. 90 എടുത്തിട്ട് കട്ട് ചെയ്യും. ഇനി ഇവിടെ നിന്ന് വേറെ രീതിയിലും വരയ്ക്കാം കേട്ടോ. ഈ ടോപ്പ് വ്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫ്രണ്ട് വ്യൂ ഉണ്ടല്ലോ, AB-ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഫ്രണ്ട് വ്യൂ ഉണ്ടല്ലോ, ഇത് നേരെ ഫ്രണ്ട് വ്യൂയിലേക്ക് പ്രൊജക്ട് ചെയ്താൽ A', B' കിട്ടും. അങ്ങനെയും വരയ്ക്കാം. AB-യും A', B' ഒരു ലൈനിലായിരിക്കും, B' ഒരു ലൈനിലായിരിക്കും കിടക്കുക. അതൊന്ന് ഓർത്ത് വയ്ക്കണം, അത് ഞാൻ അവിടെ പറയാൻ മറന്നുപോയി. ഇനി ഇവിടെ നിന്ന് എങ്ങനെ മുമ്പോട്ട് പോകും? ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഡയമെൻഷൻ ചെയ്യാം കേട്ടോ. അത് ട്രൂ ലെങ്ത് ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് പോകും. ഈ ആംഗിളാണ് നമ്മുടെ ഫൈ. ഈ ആംഗിളാണ് നമ്മുടെ തീറ്റ. ഈ ആംഗിളാണ് നമ്മുടെ തീറ്റ. തന്നിട്ടുണ്ട് 60 തന്നെ കൊടുക്കാൻ വേണ്ട. ഇവിടെ തന്നിട്ടുണ്ടായിരുന്നു, തന്നിട്ടുള്ള കാരണം അത് 45. ഇത് മെഷർ ചെയ്ത് എഴുതണം. ഫൈ ആൻസർ ആണ്. ഫൈ എടുത്ത് എഴുതുന്നതിന് മാർക്ക് ഉണ്ട്. ഇതിന്റെ ഫൈനൽ ആൻസർ എടുത്ത് എഴുതുന്നതിന് മാർക്ക് ഉണ്ട്. ഇതിന്റെ എത്രയാണ്? 42 സംതിങ് ആണ് കിട്ടിയത്. ഈ ആംഗിൾ എത്ര കിട്ടിയത്? ഫൈ ഇൻക്ലിനേഷൻ വിത്ത് VP ഇവർ ചോദിച്ചിട്ടുണ്ടല്ലോ. ഫൈ കിട്ടിയോ?
അപർണ കിട്ടിയിട്ടുണ്ടോ? ആ സാർ കിട്ടി 41. ആ, നടക്കുന്നു. ഓക്കെ. അതൊരു ആൻസർ ആണ്. അതെടുത്ത് എഴുതുന്നതിനൊക്കെ മാർക്കുണ്ട്. എനിക്ക് 1-2 മാർക്കൊക്കെ കൊടുക്കും എടുത്ത് എഴുതുന്നതിനൊക്കെ. അതുപോലെ തന്നെ ലെങ്തുകളെല്ലാം ഒന്ന് എടുത്ത് എഴുതി വെക്കുക. ഇനി ഇവിടെ നിന്ന് എങ്ങോട്ട് പോകും? ട്രൂ ലെങ്തിലൊരു ടോപ്പ് വ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ എന്താണ് മനസ്സിലാക്കിയേക്കണേ? അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രണ്ട് വ്യൂ എന്തായിരിക്കും? പാരലൽ ടു എക്സ് വൈ ലൈൻ ആയിരിക്കും അല്ലേ? ട്രൂ ലെങ്തില് ഒരു ഫ്രണ്ട് വ്യൂ ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രൂ ലെങ്തിൽ ടോപ്പ് വ്യൂ ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രണ്ട് വ്യൂ എന്താണ്? പാരലൽ ടു എക്സ് വൈ ലൈൻ ആണ്. അപ്പൊ നമുക്ക് ഇതിനെന്താ കൊടുക്കുക? V2 ഡാഷ്. V2 ഡാഷ്. ആ ഒരു സാധനം വെച്ചിട്ടാണ് നമ്മൾ ഇത് മുഴുവൻ ചെയ്യുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞു ട്രൂ ലെങ്തിലുള്ള ടോപ്പ് വ്യൂ ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പാരലൽ ആയിട്ട് ഫ്രണ്ട് വ്യൂ ഉണ്ട്. ട്രൂ ലെങ്തിലുള്ള ഫ്രണ്ട് വ്യൂ ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പാരലൽ ആയിട്ടുള്ള ടോപ്പ് വ്യൂ ഉണ്ട്. കണ്ടോ? അതിൽ നിന്നാണ് നമ്മൾ ഈ ക്വസ്റ്റിനിലേക്ക് എത്തിയത്, മുഴുവൻ സോൾവ് ചെയ്ത് വന്നത്. ഇനി എന്ത് ചെയ്യാം? ഇനി ഇതിനെ റൊട്ടേറ്റ് ചെയ്യാം. ഫൈനൽ ആൻസർ എഴുതാൻ വേണ്ടി ഇതും ഫൈനൽ ഇൻക്ലിനേഷനും ഇൻക്ലൈൻ ടു ബോർഡർ ലൈൻ ആകുമ്പോഴുള്ള ലെങ്തും സെയിം ആയിരിക്കും. ഇവിടെ എടുത്ത് കട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബി ഡാഷ്. ഇത് ആൻസർ കറക്റ്റ് ആണെങ്കിൽ ഈ ബിയും ബി ഡാഷും ഒരു ലൈനെ കിടക്കും. ഇതിപ്പോ ഞാൻ എടുത്തതിനകത്ത് വരച്ചതിനകത്ത് എന്തെങ്കിലും ചെറിയ ലൈൻസ് ഒക്കെ ചെരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇത് മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. എനിക്ക് തെറ്റിപ്പോയിട്ടുണ്ട്, ഇവിടെയൊക്കെ തെറ്റിപ്പോയിട്ടുണ്ട്. കാണിച്ചു തരാം. ഇതാണ്ടോ, ഇത് ചെരിഞ്ഞു പോയിട്ടുണ്ട് എൻ്റെ ഇവിടെ, ഇത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടി ആക്ച്വലി ഇവിടെ ഇത്തിരി ഇങ്ങോട്ട് മാറി വരേണ്ടതായിരുന്നു. മാറി വന്നു കഴിഞ്ഞാൽ കുറെ അടുത്ത് ചെരിഞ്ഞു പോയിട്ടുണ്ട് എനിക്ക്. നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ബി ഡാഷും ബിയും ഒരു ലൈനയിൽ വരും. ഓക്കെ, വന്നോ? നിങ്ങളത് ചെയ്ത് നോക്കിയോ? ഏകദേശം ഒരു വെർട്ടിക്കൽ ലൈനിൽ വരും. അശ്വിനെ കിട്ടിയോ? ആ കിട്ടി സാർ. അത് ഒരു ലൈനേ വന്നുണ്ടോ? വെർട്ടിക്കൽ ലൈനേ വന്നുണ്ടോ ഏകദേശം? ആ ഉണ്ട് ഉണ്ട്. ഓക്കെ. ആ, ഇനി അതൊരു വെർട്ടിക്കൽ ലൈനെ വന്നില്ലാന്ന് വിചാരിക്കും. നിങ്ങൾ ആ അവർ തമ്മിലുള്ള പ്രൊജക്ഷൻ ലൈൻ വരയ്ക്കരുത് കേട്ടോ. അത് നോക്കും, അത് ചെയ്യുമ്പോൾ നോക്കും. ഇൻ കേസ് നിങ്ങൾ ഇത് ശരിക്കും പ്രൊജക്ഷൻ ലൈൻ വരയ്ക്കണം. ഇവിടെ ഇത് വരച്ചു കഴിയുമ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ പ്രൊജക്ഷൻ. അപ്പോൾ ഇവർ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഒരു തിൻ ലൈൻ ശരിക്കും പറഞ്ഞാൽ വരയ്ക്കണം. നിങ്ങൾ സൊല്യൂഷൻ എവിടെയെങ്കിലും നന്നായിട്ട് തെറ്റിപ്പോയെന്ന് വിചാരിക്കുക. എത്രയും ഞാനിപ്പോ എന്റെ തെറ്റിപ്പോയി എത്രയും തെറ്റിപ്പോയെന്ന് വിചാരിക്കുക. ചെറിയ ശരി വന്നാണെങ്കിൽ കുഴപ്പമില്ല, വരച്ചേക്കുക. നന്നായിട്ട് ഇത് എത്രയും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇത് തമ്മിൽ കണക്ട് ചെയ്തിട്ട് ലൈൻ വരയ്ക്കരുത്. എങ്കിൽ നിങ്ങളുടെ ലക്ക് പോലെയൊക്കെ ഇരിക്കും. നോക്കുമ്പോൾ ഈ ലൈൻ വരയ്ക്കരുത്. നോക്കുമ്പോൾ ചിലപ്പോൾ ലക്കണം സ്കിപ്പായി പോയി കഴിഞ്ഞാലേ ചിലപ്പോൾ ഫുൾ മാർക്ക് കിട്ടാണ്ടെങ്കിൽ കിട്ടിയാലോ. ഇപ്പൊ കുറെ പേപ്പർ നോക്കുന്നതിനിടയ്ക്ക് ചിലപ്പോൾ ആ ഒരു ലൈൻ ചിലപ്പോൾ നോക്കാനായിട്ട് സ്കിപ്പ് ആയി പോയി കഴിഞ്ഞാൽ ആക്ച്വലി ഇത് വരയ്ക്കണം കേട്ടോ. നമ്മൾ ഈ തിൻ ലൈൻസ് ഈ പ്രൊജക്ട് ലൈൻസ് എല്ലാം വരച്ച പറയുന്നത് നമ്മൾ കണക്ട് ചെയ്ത് വരയ്ക്കണം. ഞാൻ പറഞ്ഞത് ഫുൾ നിങ്ങൾ വണ്ടി നമ്മൾ കറക്റ്റ് ചെയ്യുന്ന സമയമൊന്നും ഉണ്ടാവില്ല. 2.5 മണിക്കൂറുള്ളൂ. ഇത്രയും തന്നെ വരയ്ക്കുമ്പോൾ തന്നെ 1/2 മണിക്കൂറൊക്കെ പോയി കിട്ടും. അപ്പോ ഇത് എങ്ങോട്ടേക്കെങ്കിലും ഡൈവേർട്ടായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സാധനം സ്കിപ്പ് ചെയ്തേക്കുക. ഇവർ തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കണം, സ്കിപ്പ് ചെയ്തേക്കുക. ബാക്കി സൊല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യും. ഇത്രയും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 18 മാർക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും.
ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ആദ്യത്തെ പാർട്ട് നിങ്ങൾ ഇതിന്റെ ഫുൾ സൊല്യൂഷൻ എന്നുള്ളത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണ്ട. എന്തായാലും ഈ തന്നിരിക്കുന്ന ഡാറ്റ പ്രൊജക്ട് ചെയ്ത് വെക്കാനായിട്ട് ഇപ്പം പറ്റൂലോ, ഒരു കോൺഫിഡൻസ് ആയില്ലേ? തന്നിരിക്കുന്ന ഡാറ്റ ഒരുവിധം പ്രൊജക്ട് ചെയ്ത് വെക്കാനായിട്ട് അത്രയും തന്നെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ 10 മാർക്ക്, 8 to 10 എന്തായാലും കിട്ടും. ഗിവൺ ഡേറ്റാസ് കംപ്ലീറ്റ് ചെയ്ത് വെച്ചാൽ. കംപ്ലീറ്റ് ആയെങ്കിൽ നമുക്കൊരു പിന്നെ ഇതിനകത്തുണ്ടല്ലോ ആൻസർ ചെയ്യുമ്പോൾ ഈ ഫ്രണ്ട് വ്യൂവിന്റെ ലെങ്ത്, ടോപ്പ് വ്യൂവിന്റെ ലെങ്ത്, ഇതിന്റെ ഈ ആൽഫ ഇതൊക്കെ ഒന്ന് എടുത്ത് എഴുതിയേക്കും കേട്ടോ. സമയം കിട്ടുവാണെങ്കിൽ അത് റഫായിട്ട് എഴുതിയാലും മതി, ഇല്ല അതൊക്കെ ഒന്ന് എടുത്ത് എഴുതിയേക്കോ. ഇത്രയും കംപ്ലീറ്റ് ആണോ അശ്വതി? അശ്വതി തുളസീദാസ് കേൾക്കാമോ? ഓക്കെ, ഞാൻ അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകുമ്പോ അഭിരാമി ചെയ്തോ? സാർ ചെയ്തു. ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്താ? അഖില, അപർണ? സാർ ചെയ്തു സാർ. നെക്സ്റ്റ് പ്രോബ്ലം എടുക്കട്ടെ. ഒരു പ്രോബ്ലം ചെയ്തിട്ട് നമുക്ക് നടത്താം, കുഴപ്പമില്ലല്ലോ? കുഴപ്പമില്ല. ഓക്കെ, ഒരു പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും അത്. കാരണം ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഫുൾ സൊല്യൂഷൻ എന്നുള്ളത് നിങ്ങളെ എക്സ്പെക്ട് ചെയ്യണ്ട. മീൻസ് അത് എന്ത് ചെയ്യാം, അതിന് വേണ്ടിയിട്ട് നമുക്ക് മാക്സിമം ഇത് ചെയ്യാം. പറഞ്ഞ എല്ലാ പ്രശ്നം എന്ന് പറഞ്ഞാൽ ലൈൻ ഒരു കംപ്ലീറ്റ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതുകൊണ്ടാണ് ഞാൻ പറയണത്. നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ഫുൾ സൊല്യൂഷൻ അറിയില്ലാത്ത സാധനം ഇട്ടിട്ട് പോകുമായിരുന്ന ടെൻഡൻസി അല്ലേ, അത് കാണിക്കരുതെന്നാ പറഞ്ഞോളൂ. നമുക്ക് ഒരു ക്വസ്റ്റ്യന്റെ ഫുൾ സൊല്യൂഷൻ കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യരുത്, നിങ്ങൾ ഇട്ടിട്ട് പോകരുത്. ഓക്കെ, ഇതാണ് അതിൻ്റെ ആ തിയറി പാർട്ട് കേട്ടോ. ഞാൻ വേറൊരു ക്ലാസ്സിന് വേണ്ടി എടുത്തതായിരുന്നു. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് വേണമെങ്കിൽ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിയിട്ടുണ്ടാവും, വേണമെങ്കിൽ ഇപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ടോ എന്തെങ്കിലും ഒന്ന് എടുത്ത് വെച്ചോ. എടുക്കാൻ പറ്റില്ല, നമ്മുടെ ആ ഇത്രയും സാധനങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. നമുക്ക് അടുത്തൊരു ഫോളോ ചെയ്യാം. അടുത്ത ടൈപ്പാണ് ലോക്കസുകൾ വെച്ചിട്ടുള്ള കളികൾ. അതായത് നമുക്ക് ഈ പ്രോബ്ലം നോക്കാം. നമുക്ക് 2 എൻഡ് പോയിന്റ്സ് ഒക്കെ തരും, പക്ഷെ ആ എൻഡ് പോയിന്റ് കൊണ്ട് പ്രത്യേകിച്ച് യൂസ് ഒന്നും ഉണ്ടാവില്ല. ഇതാണ് ക്വസ്റ്റ്യൻ. A line AB 65 mm long has its end A 20 mm above HP and 25 mm in front of it. 2 end points തന്നിട്ടുണ്ട്. The end B is 40 mm above HP and 65 mm in front of VP. രണ്ടാമത്തെ എൻഡ് പോയിന്റ് തന്നിട്ടുണ്ട്. Draw the projection of AB and show its inclination with the HP and VP. ഒന്ന് നോക്കിയേ, നമുക്ക് വേറെ ഒന്നും തന്നിട്ടില്ല, ഒരു സാധനം പോലും തന്നിട്ടില്ല. ഇതിന്റെ ആൻസർ ആണ് അത്. θ കിട്ടിയ ആൻസർ ആണ്. ഇതവിടെ കിടന്നോട്ടെ. θ കിട്ടുന്നത് 20, ϕ കിട്ടുന്നത് 40 ആണ്. അപ്പോ ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്കിതൊന്ന് വെച്ചൊന്ന് സോൾവ് ചെയ്യാം. നമ്മുടെ പ്രീവിയസ് പ്രോബ്ലത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറയട്ടെ,
പ്രീവിയസ് പ്രോബ്ലത്തിൽ നമുക്ക് ടോപ്പ് വ്യൂവിന്റെ ആംഗിൾ അല്ലേ തന്നെ. അപ്പൊ ഈ ആംഗിൾസ് തരാതെ ടോപ്പ് വ്യൂവിന്റെയും ഫ്രണ്ട് വ്യൂവിന്റെയും ലെങ്ത് തമ്മിലുള്ള പ്രോബ്ലം ആണ് അടുത്ത ടൈപ്പ്. ഞാൻ ഇന്നൊരു 3 പ്രോബ്ലം ഞാൻ സെൻഡ് ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ 3 ടൈപ്പ് മാത്രം ഒന്ന് ചെയ്ത് നോക്കുക. നമ്മൾ അതിൽ നിന്ന് കിട്ടുവാണെങ്കിൽ കിട്ടിയാൽ മതി. നമ്മൾ ട്രേസസിലേക്ക് തൽക്കാലം എൻ്റർ ചെയ്യാണ്ടിരിക്കുക. എന്നിട്ട് ബാക്കിയുള്ള പോർഷൻസ് നമ്മൾ വൃത്തിക്ക് വരച്ചു വരിക. കാരണം നമ്മൾ ട്രേസ് വരച്ചില്ലെങ്കിലും നമുക്കൊരു 12 മാർക്ക് വരെ നമുക്ക് കിട്ടും ആ സൊല്യൂഷനിൽ. ഓക്കെ, ഈ പോയിന്റ് തരാതെ ട്രേസ് തന്നിട്ട് ലൊക്കേറ്റ് ചെയ്യണം പ്രോബ്ലമാണ് പ്രശ്നം. ട്രേസ് കണ്ടുപിടിക്കാനാണെങ്കിൽ ഈസിയാണ്, ട്രേസ് തന്നിട്ട് പ്രൊഡക്ഷൻ വരയ്ക്കുന്നത് പാടാണ്. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യണത് ഇതുവരെയുള്ള കാര്യങ്ങളിൽ അങ്ങനെയാണ് തന്നിട്ടുള്ളൂ. ഈ 2 ടൈപ്പ് ചോയ്സ് ആയിട്ടാണ് തന്നിട്ടുള്ളൂ. നമുക്കിതൊന്ന് വ്യക്തം ചെയ്യാം. ഇത് കാണുമ്പോൾ സിമ്പിൾ ആണ്, എല്ലാ പോയിന്റ്സും തന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ നിങ്ങളൊന്ന് നോക്കുക, ഒരിത്തിരി ആലോചിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ. എക്സ് വൈ ലൈൻ വരച്ചു, ഒന്നുമില്ല, തന്നിരിക്കുന്ന പോയിന്റ്സ് പ്രൊജക്ട് ചെയ്യുക അല്ലേ. NDA 20 mm above HP, 25 mm in front of HP വരച്ചെടുക്കുക അല്ലെ. 20 mm above HP എന്ന് പറയുമ്പോൾ ഞാനൊരു ബ്ലൂ ലൈൻ പ്രൊജക്ടർ ലൈൻ യൂസ് ചെയ്യാം. അപ്പൊ തിൻ ലൈൻ ആയിട്ടില്ല 20 അല്ലെ. 20 mm above HP എന്ന് പറയുമ്പോൾ 20 mm above ഫ്രണ്ട് വ്യൂ ആണ്. above HP ഫ്രണ്ട് വ്യൂ ആണ്. അത് ഓർത്തിരിക്കണേ, അത് ഓർത്തില്ലെങ്കിൽ പിന്നെ കാര്യമില്ല. 25 mm in front of VP, 20, 25 in front of VP എന്ന് പറയുമ്പോൾ ബിലോ എക്സ് വൈ ലൈൻ ആണ്. ഏത് ടോപ്പ് നമ്മളിവിടെ സ്റ്റക്കായി നിൽക്കുവാണ് അല്ലെ. ഇനി എങ്ങോട്ട് പോകും? ഇനിയാണെങ്കിൽ തന്നേക്കുന്ന ഡേറ്റ ആണെങ്കിൽ ബി ആണ്, അടുത്തത് 65 ആണ്, ട്രൂ ലെങ്ത് ആണ് തന്നേക്കുന്നത്. അപ്പൊ ഈ ക്വസ്റ്റിനകത്ത് ഗിവൺ ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ട്രൂ ലെങ്ത് ആണ് 65, പിന്നെ 2 എൻഡ് പോയിന്റ്സ് ആണ് നമുക്ക്, വേറെ ഒന്നും തന്നിട്ടില്ല. അങ്ങനെയുള്ള കേസില് കാരണം ട്രൂ ലെങ്ത് വരയ്ക്കണമെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് ആംഗിൾ അറിയണം അല്ലെ. ട്രൂ ലെങ്തുകൾ രണ്ടും എങ്ങനെ ഇരിക്കുന്നത്? ചെരിഞ്ഞായിരിക്കുന്നത്, ഇൻക്ലൈൻഡ് ആയിട്ടായിരിക്കുന്നത്. A' B1' A B2 രണ്ടും ചെരിഞ്ഞാണ് ഇരിക്കുന്നത്. ആംഗിൾസ് അറിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ട്രൂ ലെങ്ത് വരയ്ക്കാൻ പറ്റില്ല. ഇനി അപ്പൊ ട്രൂ ലെങ്ത് അവിടെ മാറ്റി വെച്ചു, ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? രണ്ടാമത്തെ പോയിന്റ് തന്നിട്ടുണ്ട്, പക്ഷെ എത്ര മാറിയാണെന്നറിയില്ല, എത്ര ഡിസ്റ്റൻസ് മാറ്റിയാണെന്നറിയില്ല. ഒരു പ്രോബ്ലം അതായിരിക്കും കേട്ടോ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എൻഡ് പ്രൊജക്ടേഴ്സ് തരും, അതിവിടെ തന്നിട്ടില്ല. മനസ്സിലായോ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അതിനെങ്ങനെയാ തന്നത്? ഈ ബി എവിടെയാ മാറിയ കിടക്കണമെന്ന് എങ്ങനെയാ പറയണത്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എൻഡ് പ്രൊജക്ടേഴ്സ്, അത് തന്നിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല, നമുക്ക് ലോക്കസ് വരച്ചിടാനാണ് കൂടും. അപ്പൊ അത്രയും വരച്ചാൽ മതി. നമ്മൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാല് ഒരു ഡിസ്റ്റൻസ് എടുക്കുക, സ്കെയിൽ വെക്കുക, സ്കെയിൽ വെച്ചിട്ട് എത്രയാണ്? 40 mm എബോവ് വെച്ചിട്ട് അല്ലേ. അപ്പോ 11 അല്ലേ. അപ്പോ 40 mm എബോവ് വെച്ചിട്ട് തിൻ ലൈനായിട്ട് അതിന്റെ ലോക്കസ് വരച്ചിടുക. ഇതിനൊരു തിൻ ലൈനായിട്ട് ഫ്രണ്ട് വ്യൂവിന്റെ ലോക്കസ് വരച്ചിടുക. ഇതാണ് ഈ വരച്ചിട്ട്. ചുമ്മാ റഫായിട്ട് ഇവിടെ 40 mm എബോവ്. ഇത് ഡയമെൻഷൻ പിന്നെ ചെയ്യാം, ഡയമെൻഷൻ ലാസ്റ്റ് ചെയ്തതിന് ശേഷം ചെയ്യാം. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 40 mm എബോവ് HP എന്ത് വരച്ചു? ഫ്രണ്ട് വ്യൂവിന്റെ ലോക്കസ് വരച്ചു. ബിയുടെ ഫ്രണ്ട് വ്യൂവിന്റെ ലോക്കസ് വരച്ചു. ലോക്കസ് ഓഫ് ഫ്രണ്ട് വ്യൂ ഓഫ് ബി വരച്ചു. ദെൻ ഇനി എന്താ? 65 mm ഇൻ ഫ്രണ്ട് ഓഫ് VP വന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? നമ്മള് ടോപ്പ് വ്യൂവിന്റെ ലോക്കസ് വരച്ചു. 65 ഇവിടെ വെച്ചിട്ടുണ്ട്.
ലോക്കസ് വരച്ചു. ഇത്രയും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് കാരണം എന്ന് വെച്ചാല് നമുക്ക് ഇതിന്റെ ആംഗിൾ തന്നിട്ടില്ല, അല്ലെങ്കിൽ പിന്നെ എന്താണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എൻഡ് പ്രൊജക്ടേഴ്സ് തന്നിട്ടില്ല. അപ്പൊ ബി എവിടെ കിടക്കണേന്ന് അറിയില്ല. ഈ പ്രോബ്ലത്തിൽ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് അതിന്റെ ലോക്കസ് ആണ് വരച്ചിടാൻ പറ്റുള്ളൂ. അതായത് ബിയുടെ ടോപ്പ് വ്യൂ എവിടെയാ കിടക്കണേന്ന് അറിയാം, എക്സ് വൈ ലൈനിന്റെ എത്ര താഴെയാ കിടക്കണേന്ന് അറിയാം, പക്ഷെ എവിടെയാന്ന് അറിയില്ല. ബിയുടെ ഫ്രണ്ട് വ്യൂ എക്സ് വൈ ലൈനിന്റെ എത്ര മുകളിലാ കിടക്കണേന്ന് അറിയാം, പക്ഷെ അത് എവിടെയാണെന്ന് അറിയില്ല. ഇത് കിട്ടാനായിട്ട് എന്ത് ചെയ്യും? ആർക്കെങ്കിലും ഒന്ന് പറയാമോ? അശ്വിനെ ഇത്രയും ചെയ്തോ? ചെയ്തു. ഇനി എന്താ കിട്ടണമെന്നൊന്ന് പറയാമോ? ഇനി നമ്മൾ എങ്ങനെ വരയ്ക്കും? ഇത്രയും നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇതിന് നിങ്ങൾ 2 പോയിന്റ്സിന്റെ ഒരു ലൊക്കേഷൻ ചെയ്തിട്ടുണ്ട്, 4 മാർക്ക് വരെ കിട്ടി. എന്തായിരിക്കും അഖില ചെയ്യണേ? അഖില വരയ്ക്കുന്നുണ്ടോ? ഏതാ വരയ്ക്കാൻ പറ്റുക? ട്രൂ ലെങ്തിലുള്ള സാധനം വരയ്ക്കാം അല്ലെ? കാരണം ലോക്കസ് അറിയാലോ. അപ്പൊ ട്രൂ ലെങ്തിലുള്ള ഫ്രണ്ട് വ്യൂവും ട്രൂ ലെങ്തിലുള്ള ടോപ്പ് വ്യൂവും വരയ്ക്കാം. കാരണം നമുക്ക് ലെങ്ത് തന്നിട്ടുണ്ട്, ഒരു ലെങ്ത് തന്നിട്ടുണ്ട്, ട്രൂ ലെങ്ത് തന്നിട്ടുണ്ട്. അപ്പോ ട്രൂ ലെങ്തിലുള്ള, ഞാൻ അങ്ങനെ ജനറലൈസ് ചെയ്ത് പറയുക കേട്ടോ. നിങ്ങളോട് അതുകൊണ്ടാണ് നൊട്ടേഷൻ നിങ്ങൾക്ക് ഒന്ന് എന്താണ് ഒരേപോലെ പഠിക്കാൻ പറഞ്ഞു. A B1' ട്രൂ ലെങ്തിലുള്ള ഫ്രണ്ട് വ്യൂ ആണ്, A B2 ട്രൂ ലെങ്തിലുള്ള ടോപ്പ് വ്യൂ ആണ്. അങ്ങനെ ഒന്ന് ബൈഹാർട്ട് ചെയ്ത് വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റും A B1' വരയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ A B2 വരയ്ക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഒരു പേര് നിങ്ങളുടെ മനസ്സിൽ ഓർത്ത് വെക്കുവാണെങ്കിൽ ട്രൂ ലെങ്തിനെ നമ്മൾ A B1' എന്നാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ ട്രൂ ലെങ്തിലുള്ള ടോപ്പ് വ്യൂവിനെ A B2 എന്നാണ്, ഫ്രണ്ട് വ്യൂവിനെ A B1' ആണ് എന്നാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് എന്ന് നമ്മളൊന്ന് പഠിച്ചു വെക്കുകയാണെങ്കിൽ. അതല്ലെങ്കിൽ നമുക്കിങ്ങനെ ജനറലൈസ് ചെയ്ത് പറയേണ്ട വരും. നമുക്ക് എന്ത് ചെയ്യാം? ലോക്കസ് കിട്ടിയല്ലോ. അപ്പോൾ ട്രൂ ലെങ്തിലുള്ള ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരയ്ക്കാം. ഇനി 65 എടുക്കുക. എവിടെയെങ്കിലും ഡൗട്ട് വരുന്നുണ്ട്, ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന് തോന്നുവാണെങ്കിൽ പറയണം കേട്ടോ. കാരണം എന്തായാലും നമുക്ക് വേണ്ടി നമ്മളെന്തായാലും ഇത്രയും ടൈം സ്പെൻഡ് ചെയ്യുവാണ്. വെറുതെ കേട്ട് പോവാതെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ട് തന്നെ പോവുക. നമ്മൾ 2 പ്രോബ്ലം ആണെന്ന് ചെയ്യുന്നുള്ളൂ. 2 എണ്ണത്തിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ഐഡിയ കിട്ടേണ്ടതാണ്. എന്നിട്ട് ഞാൻ 2 പ്രോബ്ലം ഇട്ട് തരാം. അത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ 4 പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ലൈനിൽ നിന്ന് ഒരു 8 മാർക്കെങ്കിലും പ്രൊവൈഡ്. നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറ്റമൊന്നും വന്നില്ലെങ്കിൽ, മാറാനുള്ള സാധ്യതയില്ല, ഇത് തന്നെയാണ് വരാൻ വഴിയുള്ളൂ. അപ്പൊ 65 എടുത്തിട്ട് നമ്മൾ ഈ കട്ട് ചെയ്തു, ഫ്രണ്ട് വ്യൂവില് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത സാധനം എന്താ പറയാ? ട്രൂ ലെങ്തിലുള്ള ഫ്രണ്ട് വ്യൂ ആണ്. അതിനെ നമ്മൾ മാർക്ക് ചെയ്തത് B1' എന്നാണ്. ഇനി ഈ കോമ്പസിന്റെ ഇത് മാറ്റാതെ ഇതിനെ നേരെ ഇവിടെ കൊണ്ടുപോയി വെക്കുക. 65 എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, 65 ട്രൂ ലെങ്ത് ടോപ്പ് വ്യൂവിൽ ഉണ്ടല്ലോ, അതും കട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് എന്തൊക്കെയാ കിട്ടിയത്? നമുക്ക് കിട്ടിയത് ട്രൂ ലെങ്തിലുള്ള ടോപ്പ് വ്യൂവിനെ നമ്മൾ B2 എന്നാണ് മാർക്ക് ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കുക കേട്ടോ, അത് ഒരു മാറ്ററേ അല്ല. എന്താണ് B2 കൊടുക്കണമോ B1' കൊടുക്കണമോ? ഞാൻ പറയുന്നത് ഒരെണ്ണം പഠിച്ചു വെക്കുകയാണെങ്കിൽ അത് നിങ്ങൾ അതുപോലെ തന്നെ പഠിച്ചു വെക്കുക. അപ്പോ ഡയറക്റ്റ് അങ്ങ് വരയ്ക്കാൻ പറ്റും. ട്രൂ ലെങ്തിലുള്ള 2 പ്രൊജക്ഷൻസ് കിട്ടി നമുക്ക്. ഇപ്പൊ നമുക്ക് കിട്ടിയത് നോക്കിയേ, ട്രൂ ലെങ്തിലുള്ള ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ ആണ് കിട്ടിയത്. ഇനി നമ്മൾ എന്താ പഠിച്ചാണ്? ട്രൂ ലെങ്തിൽ ഒരു സാധനം ഉണ്ടെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് സാധനം എന്തായിരിക്കും? പാരലൽ ടു എക്സ് വരയായിരിക്കും. ട്രൂ ലെങ്തിന് ഒരു ഫ്രണ്ട് വ്യൂ ഉണ്ടെങ്കിൽ ടോപ്പ് വ്യൂ എന്തായിരിക്കും? പാരലൽ ടു എക്സ് വരയായിരിക്കും. ട്രൂ ലെങ്തിൽ ഒരു ടോപ്പ് വ്യൂ ഉണ്ടെങ്കിൽ ഫ്രണ്ട് വ്യൂ എന്തായിരിക്കും? പാരലൽ ടു എക്സ് വരയായിരിക്കും. ട്രൂ ലെങ്തിന് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ്.
അതായത് ഫ്രണ്ട് വ്യൂ ഉണ്ടെങ്കിൽ ടോപ്പ് വ്യൂ ഉണ്ടെങ്കിൽ ഫ്രണ്ട് വ്യൂ. അതെന്തായിരിക്കും? പാർലറ്റ് എക്സോലായിരിക്കും. അപ്പൊ ട്രൂ ലെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഓട്ടോമാറ്റിക്കലി വരിക ഈ എയിൽ എന്തുണ്ട്? ഈ എയില് ഒരു പാരലായിട്ടുള്ള ഒരു ടോപ്പ് വ്യൂ ഉണ്ട്. എങ്ങനെ? ഇതിന് കറസ്പോണ്ടിങ്. അപ്പൊ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നേക്കുക ഈ ഇവിടെ ഏഴാശി കൂടി എന്തുണ്ട്? ഒരു ഫ്രണ്ട് വ്യൂ ഉണ്ട്. എങ്ങനെ? ഈ ടോപ്പ് വ്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് പാരലായി. നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം. ഈ പറഞ്ഞത് ഒന്നുകൂടെ പറയണോ? ഇത് ക്ലിയർ ആണോ? സ്റ്റെപ്പ് ക്ലിയർ ആണോ? കുഴപ്പമില്ല സാർ. മനസ്സിലായില്ല അല്ലേ? അനുശ്രീ കേൾക്കുന്നുണ്ടോ? മനസ്സിലായി സാർ. ഓക്കെ. ഐശ്വര്യ ഇത്രയും വരച്ചോ? അപർണ ഇത്രയും വരച്ചോ? ആ സാർ വരച്ചു. ഓക്കെ. ഇത്രയും നിങ്ങൾക്ക് ഞാൻ പറയില്ലേ, ഇതിനെ കണക്ട് ചെയ്ത് നിങ്ങളത് ഇന്ന് തന്നെ കുറച്ച് സൊല്യൂഷൻ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ലൈനിന്റെ ഒരു പാത്ത് വരെ നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ പറ്റും. 100% ഷുവറാണ്. നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ടത് 3 ഫ്രണ്ട് വ്യൂ 3 ടോപ്പ് വ്യൂ അവർ തമ്മിലുള്ള റിലേഷൻ. ഇത്ര ഓർത്ത് വെച്ചാൽ മതി. പിന്നെ തന്നിരിക്കുന്ന ഡേറ്റയിൽ നിന്നും എന്താണ് അത് ഞാൻ പറഞ്ഞു ഈ രണ്ട് പ്രോബ്ലം കൂടി ഞാൻ അയച്ചു തരാം. ആ 4 പ്രോബ്ലം വെച്ചിട്ട് ഒരു രീതി വരാനുള്ള ചാൻസ് കുറവാണ്. 4 പ്രോബ്ലത്തിലുള്ള മെത്തേഡ്സ് നിങ്ങൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ മനസ്സിലാവും ചെയ്യും. ഓക്കെ. അപ്പോൾ ഇനി ഈസിയാണ്. ഇനി റൊട്ടേറ്റ് ചെയ്യുക അല്ലെ? ചുമ്മാ എടുത്തിട്ട്. അപ്പോൾ ഇനി എന്താ ചെയ്യുക? ഇപ്പൊ നമുക്ക് ഇനി കിട്ടേണ്ടത് എന്താ? ഒരു ടോപ്പ് വ്യൂ ഒരു ഫ്രണ്ട് വ്യൂ കൂടെ കിട്ടിയാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഒരു ടോപ്പ് വ്യൂയും ഒരു ഫ്രണ്ട് വ്യൂയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രൊജക്ഷൻ കഴിഞ്ഞു. ഏതാണ് ആ ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ? റെഡ്യൂസ്ഡ് ലെങ്തിലുള്ള ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ അല്ലേ? അപ്പോൾ റെഡ്യൂസ്ഡ് ലെങ്തിലുള്ള ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ. അപ്പോൾ അതിന്റെ രണ്ടിന്റെയും ലെങ്ത് എവിടെ നിന്ന് കിട്ടും? ആ ലെങ്ത് എവിടെ നിന്ന് കിട്ടും? ആ ലെങ്ത് ഈ പാരലായിട്ടുള്ള ടോപ്പ് വ്യൂവിന്റെ ലെങ്ത് ആണ്. അത് മാർക്ക് ചെയ്യും. ഇതിന്റെ ലെങ്ത് ഈ ഫ്രണ്ട് വ്യൂവിന്റെ ലെങ്ത് ഈ പാരലായിട്ടുള്ള ഫ്രണ്ട് വ്യൂവിന്റെ ലെങ്ത്. ബി ഡാഷ് ഇത് എ ബി. ഈ ആംഗിൾ ഒന്ന് മെഷർ ചെയ്ത് നോക്കുക. ഇതാണ് തീറ്റ, ഇതാണ് തീറ്റ, ഇതാണ് ഫൈ, തീറ്റ 20 ആണ് ഏകദേശം. നേരത്തെ വരച്ചപ്പോൾ 20 ആണെന്ന് കിട്ടിയത്. 20 ആണെന്ന് തോന്നുന്നു ആൻസർ. ഇപ്പൊ ഞാൻ വരച്ച് കഴിഞ്ഞപ്പോ ഒരു 19 പോയിന്റ് ആണ് കിട്ടുന്നത്. കിട്ടി. എത്രയാ നിങ്ങൾക്ക് കിട്ടി? എത്രയാ? തീറ്റ എന്ന് പറഞ്ഞാൽ ട്രൂ ലെങ്തിലുള്ള ഫ്രണ്ട് വ്യൂ ആയിട്ടുള്ള ആംഗിൾ, എ ഡാഷ് ബി വൺ ഡാഷും ആയിട്ടുള്ള ആംഗിൾ. ഇത് ഏകദേശം 40 ആണെന്ന് തോന്നുന്നു ഇതിന്റെ ആൻസർ. ഇപ്പൊ വരച്ച് കഴിയുമ്പോ ഇതിന്റെ കുറച്ചിങ്ങനെ ചെരിഞ്ഞൊക്കെ പോയിട്ടുണ്ട്. 41 സംതിങ് വല്ലതാണോ കിട്ടിയേ? 41. ഈ ആൻസർ കറക്റ്റ് ആണോ?
കിട്ടുന്നുണ്ടോ?